Everyone, welcome to GE1 class. So, നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ് GE1 അപ്പം യു നോ ദാറ്റ് 2019 സ്കീം പ്രകാരം ഇത് നമ്മളുടെ ഫസ്റ്റ് എക്സാം ആണ് ഇന്ന് നടക്കാൻ പോകുന്നത് അല്ലേ. സോ ആ ഒരു പർട്ടിക്കുലർ സ്കീമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആർ നോട്ട് അവൈലബിൾ സോ 2015 സ്കീം അതായത് നിങ്ങളുടെ പഴയ സിലബസ് ഈ ഒരു GE1ന്റെ പഴയ സിലബസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ ദ തിങ് ഈസ് ഓൾമോസ്റ്റ് ഓൾ ദ കണ്ടന്റ്സ് ആർ ദ സെയിം ഫോർ ബോത്ത് സിലബസ് ആൻഡ് സം ടോപ്പിക്സ് ഓൺലി ചില ഒന്ന് രണ്ട് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ എക്സംഷൻസ് ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ബിസിനസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ എന്താണ് ഇത് പഴയ സിലബസിൽ GE2-വിലായിരുന്നു. സോ അതിലുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടായിരിക്കില്ല. സോ നമുക്കത് സെപ്പറേറ്റ് വേറെ ഏതെങ്കിലും ഒരു വീഡിയോസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അതില്ലാതെ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഐ മീൻ എല്ലാം നമ്മൾ 2019 സ്കീമിലുള്ള എല്ലാ ടോപ്പിക്സും 2015-ലും ഉണ്ട്, ബാക്കി എല്ലാ ടോപ്പിക്സും നോക്കുകയാണെങ്കിൽ. സോ അപ്പം അത് പ്രകാരം അതിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 2017 നടന്നതാണ്. ജൂൺ 2017 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഓക്കെ, ദെൻ മാക്സിമം നോക്കുക നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ മൊഡ്യൂൾസും ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഓക്കെ, വൺ ടൈം എല്ലാം ഒന്ന് നിങ്ങൾ റീഡ് ചെയ്ത് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ എഫക്റ്റീവ് കേട്ടോ. എന്നിട്ട് വേണം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നോക്കാനായിട്ട്. അതർവൈസ് തിങ്സ് വിൽ ബി ഗെറ്റിംഗ് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, അപ്പം അതുകൊണ്ട് എന്തായാലും അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ ഞാൻ തിയറി പാർട്സ് ഒന്നും അതിലൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. തിയറി പോർഷൻസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നിങ്ങളുടെ നോട്ട്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കി മുന്നേ ഉണ്ടായിരുന്ന വീഡിയോ ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെല്ലാം ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സിമ്പിൾ തിയറി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ GE1 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വിൽ ബി ന്യൂമറിക്കൽ പ്രോബ്ലം. സോ വി ഹാവ് ടു സ്ട്രെസ് ഓൺ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഓൺലി. സോ ഞാൻ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ന്യൂമറിക്കൽസും ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ റിവൈസ് ചെയ്തിട്ട് ഇത് കാണാൻ പറയുന്നതിന് ഉദ്ദേശിക്കുന്നത് ഓരോ ക്വസ്റ്റ്യൻ്റെയും ഇക്വേഷൻസും കാര്യങ്ങളും എഴുതുമ്പോൾ അത് ഇൻഡെപ്തിലൊന്നും ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതെല്ലാം ഞാൻ വീഡിയോ ലെക്ചേഴ്സിൽ മുന്നേ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. സോ നമ്മൾ പെട്ടെന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, സോ മാക്സിമം മാർക്സ് 100 ആൻഡ് ഡ്യൂറേഷൻ 3 hours ആണ്. ദെൻ നോക്കൂ, ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇനി മിസ്സിംഗ് ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ചില ക്വസ്റ്റ്യൻസിലൊക്കെ ചില വാല്യൂസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗാമ W വാല്യൂ ഒന്നും തരേണ്ട ആവശ്യമില്ലല്ലോ. സോ നമുക്ക് വി ക്യാൻ അസ്യൂം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യണമെന്ന് മാത്രം. ഓൾസോ ഗ്രാഫ് ഷീറ്റ്സ് ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് ഷീറ്റ്സ് എന്ത് ചെയ്യും, ഇൻവിജിലേറ്റേഴ്സിന്റെ കയ്യിലുണ്ടായിരിക്കും. മേ ബി സെമിലോഗ്രാഫും നാച്ചുറൽ സാധാരണയുള്ള കോമൺ ഗ്രാഫ്സ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ആണോ അറ്റൻഡ് ചെയ്യുന്നത് അതിന് ഏത് ഗ്രാഫാണോ വേണ്ടത് അത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ഗ്രാഫ് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാം എന്ന് പറഞ്ഞത് ഇതുപോലെ 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനായിരിക്കും. അതിൽ 70 മാർക്സിന് എഴുതിയാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഓക്കെ, സോ അതിൽ ഉണ്ടായിരുന്നത് ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഓരോ മൊഡ്യൂൾസിൻ്റെയും നിങ്ങളുടെ മൊഡ്യൂൾസിൻ്റെ ആ ഒരു കാറ്റഗറൈസ് ചെയ്ത പോലെയല്ല മുന്നത്തെ മൊഡ്യൂളുകൾ ഉണ്ടായിരുന്നത് മുന്നത്തെ സിലബസിൽ കേട്ടോ. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് അനുസരിച്ചുള്ള അന്നത്തെ മൊഡ്യൂളിൻ്റെ വെയിറ്റേജ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിക്കുക. അപ്പം അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള മാക്സിമം പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് ദ പാർട്ട് A ക്വസ്റ്റ്യൻസ് ആൻഡ് ദിസ് ഓൾ ആർ പാർട്ട് A ക്വസ്റ്റ്യൻസ്. ദെൻ പാർട്ട് ബിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണിച്ചത്. നോക്കൂ, എല്ലാം ന്യൂമറിക്കൽ പ്രോബ്ലം തന്നെയാണ്. കുറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. ദെൻ പാർട്ട് C വരുന്നത് കൺസോൾട്ടേഷനും എല്ലാം വരുന്നതൊക്കെ പാർട്ട് സിയിലാണ്. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേണിലായിരിക്കില്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. നിങ്ങൾക്കറിയില്ല, പാർട്ട് എയിൽ 3 മാർക്സിന്റെ ക്വസ്റ്റ്യനും ദെൻ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. സോ ദിസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മൊത്തം ഔട്ട്ലൈൻ ആണ് ഇപ്പം കാണിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു പാർട്ട് എ. ഓക്കെ, സോ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അത് നമ്മൾ യൂസിങ് ഫേസ് ഡയഗ്രാം, നമ്മളുടെ ഫേസ് ഡയഗ്രാം ഉണ്ടല്ലോ, ജസ്റ്റ് അങ്ങനെ 3 ഇത് വരച്ചിട്ട് സോളിഡ്സും ദെൻ വോയിഡ്സിൽ തന്നെ വാട്ടർ, എയർ എന്നൊക്കെയുള്ള ആ ഫേസ് ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് അതിലുള്ള ഓരോ ടേംസ്, വോയിഡ് റേഷ്യോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വാട്ടർ കണ്ടന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ.
ഈ ടേംസ് എല്ലാം ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പം 7 മാർക്കാണ് അപ്പം 7 മാർക്കാണെന്ന് പറയുമ്പം ഓരോന്നും ഡിസ്ക്രൈബും ചെയ്യണം. ഇക്വേഷൻസ് ഉള്ളതെല്ലാം ഇക്വേഷൻസും മെൻഷൻ ചെയ്യുക കേട്ടോ. ആ രീതിയിലായിരിക്കും ഇതിൽ നമ്മളുടെ വാല്യൂഷൻ വരുന്നുണ്ടായിരിക്കുക. അപ്പം ഓരോന്നും ഡെഫിനേഷനും കാണിക്കണം, ഇക്വേഷൻസ് ഉണ്ടായിരിക്കണം, ഇക്വേഷൻസിലെ ഓരോ ടേംസും എന്ത് ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ സോ 7 മാർക്സ് ഈസ് വെരി ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബി ക്വസ്റ്റ്യൻ. സോ പാർട്ട് എയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് നമ്മളൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. സോ ശ്രദ്ധിക്കുക. എ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ സാമ്പിൾ ഒബ്റ്റൈൻ ഫ്രം എൻ എർത്ത് ഫിൽ ഹാസ് എ നാച്ചുറൽ വാട്ടർ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് E1 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് തന്നെ ഗിവൺ ഡാറ്റ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. സോ തന്നിട്ടുള്ള ഓരോന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് എഴുതി തുടങ്ങാം. നാച്ചുറൽ വാട്ടർ കണ്ടന്റ്. സോ നാച്ചുറൽ വാട്ടർ കണ്ടന്റ് 26% എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് വെയിറ്റ് ഗാമ ഈസ് 19.74 kilonewton per meter cube ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ ഇൻ കേസ് തരാൻ വിട്ടുപോയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് യു ഹാവ് ടു അസ്യൂം ദ വാല്യൂ റൈറ്റ്. മിക്കവാറും ക്വസ്റ്റ്യനിൽ തരും, ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ തന്നിട്ടില്ലാത്തതും കേസസും കണ്ടിട്ടുണ്ട്. സോ എന്ത് ചെയ്യും, ഏകദേശം 2.5 തൊട്ട് 2.6 റേഞ്ചിലുള്ള 2.7 ആ ലെവലിലുള്ള വാല്യൂസ് നിങ്ങൾ അസ്യൂം ചെയ്യണം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താണ്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കണം, വോയിഡ് റേഷ്യോ വേണം, ദെൻ പോറോസിറ്റി N ആൻഡ് എയർ കണ്ടന്റ് AC. എത്രയും ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. 8 മാർക്സ് ആട്ടോ. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് എത്തിക്കണം. അപ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷനിലേക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ബിക്കോസ് അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ബൾക്ക് ഡെൻസിറ്റി ഉണ്ട് അല്ലെ. പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ബൾക്ക് ഡെൻസിറ്റിയാണ്. സോ വാട്ടർ കണ്ടന്റ് ഉണ്ട്. സോ ഫ്രം ദീസ് ടു വാല്യൂസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഗാമ ഡി വാല്യൂ റൈറ്റ്. ഗാമ ഡി വിൽ ബി ഗാമ ഡിവൈഡ് ബൈ 1 + W അല്ലെ. സോ ഗാമ എന്ന് പറയുന്നത് 19.74 ആണ്. ആൻഡ് water content is 1 + 26/100. Okay, so find out the value of gamma D here and substitute this gamma D value in the equation for gamma D is G gamma W by 1 + E right. So ഇവിടെ കിട്ടുന്ന gamma D നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ we will get the value of E. Okay, so G we know, gamma W we can take it as 9.8 or 10. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പർട്ടിക്കുലർലി വാല്യൂ തന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് 9.8 or 10. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അസ്യൂം ചെയ്ത ഡാറ്റ ഇവിടെ എഴുതി കാണിക്കണം എന്ന് മാത്രം, ഇവിടെ കാണിക്കണം gamma W. സോ ഈ വാല്യൂ കിട്ടിയല്ലേ. അപ്പോൾ പോറോസിറ്റി വോയിഡ് റേഷ്യോ ഇവിടെ കിട്ടി. സോ ഈ കിട്ടിയാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് പോറോസിറ്റിയിലേക്ക് പോവാം. വാട്ട് ഇസ് ദാറ്റ്, E divided by 1 + E right. സോ ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾക്ക് പോറോസിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. സോ എന്ത് ചെയ്യാം, degree of saturation SE is equal to WG അല്ലേ. then water cut ഈ റിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് E നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. W is given, G is given, so we can find out the value of S here. Okay, then after finding S it is easy to find out AC because we know the relation S plus AC is 1 അല്ലേ. നമ്മളിവിടെ കിട്ടുന്ന S ന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, ഡെസിമലിലേക്ക് മാറ്റുക. ഓക്കെ, ഇവിടെ S ഇങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് we have to show the S value in percentage. ഓക്കെ, അതിനെ 100ലേക്ക് ഇൻറ്റു ചെയ്തതിന് ശേഷം നമ്മൾ പെർസെൻറ്റേജിൽ വേണം നമ്മൾ S നെ കാണിക്കാനായിട്ട്. then ഡെസിമലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ AC will be equal to 1 - S. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ കാൽക്കുലേഷൻ പാർട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് യു ക്യാൻ ഡു ദ പ്രോബ്ലം കാൽക്കുലേഷൻസ് ആസ് യു ആർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ നമ്മുടെ ഇത് സെക്കൻഡ് മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ we can discuss the question. First, sketch the plasticity chart used for classifying fine grained soil according to IS classification system. അപ്പോൾ we know that classification systemത്തിന്റെ നമ്മുടെ plasticity chart അല്ലേ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിങ്ങനെ ഒരു A ലൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, നോക്കുക, കംപ്ലീറ്റ് ഗ്രാഫ് നല്ല നീറ്റായിട്ട് വരയ്ക്കുക. എല്ലാ കാര്യവും A ലൈൻ എന്ന് കാണിക്കണം. A ലൈൻ്റെ ഇക്വേഷൻ IP is equal to ഇക്വേഷൻ ഉണ്ട്, അത് എഴുതി വെക്കണം. ഇവിടെ X ആക്സിസ് എന്താണ്, Y ആക്സിസ് എന്താണ്, ഓരോരോ വാല്യൂസ് എന്താണ്, ഓക്കെ, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണിച്ചതാണ്. ഗിവ് ദ ഗ്രൂപ്പ് സിമ്പിൾ. ഓക്കെ, ഗ്രൂപ്പ് സിമ്പിൾ ആണ് കാണിക്കേണ്ടത് ഫോർ ദ ഫോളോവിംഗ് സോയിൽ അക്കോർഡിംഗ് ടു IS ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അപ്പം പ്ലാസ്റ്റിസിറ്റി ചാർട്ട് വേറെ തന്നെയാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കൂ, ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഡീറ്റെയിൽസ് പ്രകാരം നമുക്ക് ഇതിന്റെ ഗ്രൂപ്പ് സിമ്പിൾ കണ്ടുപിടിക്കണം. ഫസ്റ്റത്തെ പോയിന്റ്, പെർസെൻറ്റേജ് ഓഫ് സോയിൽ പാസിംഗ് 75 മൈക്രോൺ ഈക്വൽ ടു 3% അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് തന്നിട്ടുള്ളത് 75 മൈക്രോൺ
സീവിലൂടെ സീവ് ചെയ്ത സമയത്ത് 3% സോയിലും എന്ത് ചെയ്തു, വെയിറ്റ് എത്ര വെയിറ്റ് ആണ് എടുത്തിട്ടുണ്ട് അതിന്റെ 3%ഉം പാസ് ചെയ്തു. അപ്പം നമുക്കറിയാം ആൻഡ് ബാക്കി 97%ഉം ഇവിടെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. സോ 75 മൈക്രോൺ സീവിൽ മോർ ദാൻ 50% റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് വിൽ ബി എ കോഴ്സ് ഗ്രെയിൻ സോയിൽ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഫസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടി കോഴ്സ് ഗ്രെയിൻഡ് ആണെന്ന് കിട്ടി അല്ലേ. ഓക്കെ, അപ്പൊ കോഴ്സ് ഗ്രെയിൻഡ് ആണെങ്കിൽ തന്നെ വി നോ ദാറ്റ് 2 ക്ലാസിഫിക്കേഷൻസ് ഒന്നുകിൽ അത് ഗ്രാവൽ ആവണം, അതർവൈസ് ഇറ്റ് വിൽ ബി എ സാൻഡ്. ഓക്കെ, അപ്പൊ അതെന്താ നമുക്കറിയില്ല. സോ സെക്കൻഡ് പോയിന്റ് നോക്കുക, പെർസെന്റേജ് ഓഫ് കോഴ്സ് ഫ്രാക്ഷൻ പാസിംഗ് 4.75 mm. ഓക്കെ, അപ്പം ഇവിടെ കിട്ടിയ സോയിൽ ഉണ്ടല്ലോ റീറ്റെയിൻ ചെയ്ത് 3% കഴിഞ്ഞിട്ട് ബാക്കി കംപ്ലീറ്റ് വെയിറ്റ് സോയിൽ വെയിറ്റിന്റെ 97%ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, 4.75 mm സീവിലൂടെ കടത്തിവിടുകയാണ്. ഓക്കെ, ഈ ഒരു 97% സോയിലിനെ നമ്മൾ ഇതിലൂടെ ഇട്ടപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അതിന് 97%ന്റെ 70%ഉം ഇവിടെ പാസ് ചെയ്ത് പോയി. ഓക്കെ, ബാക്കി 30% ഇത് കംപ്ലീറ്റ് സോയിൽ. ഇപ്പം 500 gram സോയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 97ഉം 3ഉം ആയിരുന്നു ഫസ്റ്റ് ഇവിടെ കാണിച്ചത്. ഓക്കെ, സോ 500 ഗ്രാമിന്റെ 97% എടുത്തിട്ട് അതിന്റെ 70% ആണ് താഴെ. ഓക്കെ, അപ്പം എന്നാൽ പോലും വി നോ ദാറ്റ് ഇറ്റ് വിൽ ബി മോർ ദാൻ 50% അല്ലെ. ഇപ്പം ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ഇതിലൊരു മോർ ദാൻ 50%ഉം പാസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പം റിട്ടേൺ ചെയ്തത് 30%ഉം 70% പാസ് ചെയ്തു. സോ 4.75 mm സീവിലൂടെ പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സാൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ സാൻഡ് ആണ് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് സിമ്പിൾ അല്ലെ ഫസ്റ്റ് സഫിക്സ് കിട്ടി, സഫിക്സ് നമുക്ക് എസ് ആണെന്ന് കിട്ടി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് 2 ടേംസ് ആയിരിക്കുമല്ലോ ഗ്രൂപ്പ് സിമ്പിൾ കൊടുക്കുക. അപ്പൊ അതെന്താ നോക്കാൻ വേറെ നെക്സ്റ്റ് പോയിന്റ് നോക്കുക. ഇറ്റ് ഇസ് യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് ഈസ് 7. ഓക്കെ, യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് ഈസ് 7 ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ ഈസ് 3. ഓക്കെ, അപ്പം ഇത് പ്രകാരം നമ്മളുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെ വരിക. സോ ഫോർ വെൽ ഗ്രേഡഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെൽ ഗ്രേഡഡ് സോയിലിന് സോ CU വിൽ ബി ഗ്രേറ്റർ ദാൻ 6 എന്ന് പഠിച്ചിട്ടുണ്ട്. വെൽ ഗ്രേഡഡ് സാൻഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി CU ഗ്രേറ്റർ ദാൻ 6 ആൻഡ് CC വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1ന്റെയും 3ന്റെയും 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു CC ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും. അപ്പൊ നമ്മളുടെ ഈ 2 പോയിന്റ്സ് ഇവിടെ സാറ്റിസ്ഫൈഡ് അല്ലെ. CU ഗ്രേറ്റർ ദാൻ 6 ഇവിടെ 7 ആണ്, CC ഈക്വൽ ടു 3 പോസിബിൾ ആണ്. സോ ഇറ്റ് ഇസ് വെൽ ഗ്രേഡഡ് സാൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് SW. സോ അവർ ഗ്രൂപ്പ് സിമ്പിൾ ഫോർ ദിസ് പർട്ടിക്കുലർ സോയിൽ ഈസ് SW. ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ വാട്ട്സ് ദ യൂസ് ഓഫ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. അപ്പൊ അതെന്താണ് സെപ്പറേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങൾ നോക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് റിഫൈൻ ദ ഫോളോ. അപ്പം ആദ്യം പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് നിങ്ങൾ വരക്കണം, വൃത്തിയായിട്ട് വരക്കുക, ഓരോ ടേംസും കാണിക്കുക. ദെൻ വെൽ ഗ്രേഡഡ് സോയിൽ എന്താണ്, പോർലി ഗ്രേഡഡ്, ഗ്യാപ് ഗ്രേഡഡ് ആൻഡ് എഫക്റ്റീവ് സൈസ്, ഈ ടേംസ് എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ ദ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മുടെ സെയിം ആ സെക്കൻഡ് മൊഡ്യൂളിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോളോവിംഗ് ആർ ദ റിസൾട്ട്സ് ഒബ്റ്റെയിൻ ഫ്രം ദ ലിക്വിഡ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, അപ്പം ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും ചെയ്തതിന് ശേഷം കിട്ടിയ റിസൾട്ട് ആണ് കാണിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് ബ്ലോസ്, മോയ്സ്ചർ കണ്ടന്റ്. ഓക്കെ, ദെൻ പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ട്. തന്നിട്ടുള്ള ഡാറ്റ നമുക്ക് ഇവിടെ ജസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ടാബുലർ കോൾ ഉണ്ട് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് WP ഈസ് 15.5%. ഡ്രോ ദ ഫ്ലോ കർവ്. ഓക്കെ, ഫ്ലോ കർവ് ആണ് വരക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഫ്ലോ കർവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ ലിക്വിഡ് ലിമിറ്റിന്റെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ആണ് ഫ്ലോ കർവ് അല്ലേ. സോ നമ്മുടെ ഫ്ലോ കർവ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ആലോചിക്കണം. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ഈ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്ലോ കർവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് വരക്കണം, അതിൽ നിന്നും ഒബ്റ്റെയിൻ ലിക്വിഡ് ലിമിറ്റ്. ഓക്കെ, ആ ഫ്ലോ കർവ് വരച്ചിട്ട് അതിൽ നിന്നും നമ്മുടെ ലിക്വിഡ് ലിമിറ്റ് WL കണ്ടുപിടിക്കണം. സോ എന്ത് ചെയ്യണം, നമുക്ക് സെമിലോ ഗ്രാഫ് ആണ് അതിന് ആവശ്യം. സോ എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻവിജിലേറ്റേഴ്സിന്റെ അടുത്ത് സെമിലോ ഗ്രാഫ് വാങ്ങിക്കുക. അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് സെമിലോ ആണോ അതിൽ സാധാരണ ഗ്രാഫ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം കേട്ടോ. സോ സെമിലോ ഗ്രാഫ് വരയ്ക്കുക. നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും കറക്റ്റ് കാണിക്കുക. ഇവിടെ വാട്ടർ കണ്ടന്റ് ആണ്, ഇവിടെ എന്താണ് ഇത് നമ്പർ ഓഫ് ബ്ലോസ് ആയിരുന്നു അല്ലേ. സോ അത് കാണിക്കുക, നമ്പർ ഓഫ് ബ്ലോസ്. സോ നമ്പർ ഓഫ് ബ്ലോസ് 13 നോക്കുക. 13 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജസ്റ്റ് ഇവിടെ വാല്യൂസ് എല്ലാം നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് 13 കറസ്പോണ്ടിങ് വാട്ടർ കണ്ടന്റ് 27 ആണ് കിട്ടി. സോ ആ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു. ദെൻ ഫോർ 18 ഇറ്റ് ഈസ് 23. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണിക്കുക. സോ നിങ്ങൾ ഗ്രാഫിൽ കറക്റ്റ് നിങ്ങൾക്ക് വാല്യൂ കിട്ടും. ഞാൻ ഇവിടെ ജസ്റ്റ് റഫ് ഫിഗറാണ് കാണിക്കുന്നത്. ദെൻ ഫോർ 29 നമ്പർ ഓഫ് ബ്ലോസ് ഇറ്റ് ഈസ് 22. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ പോയിന്റ് കിട്ടും. സോ ബെസ്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, സ്ട്രേറ്റ് ലൈൻ ആണ്. അപ്പം ഓരോന്നും ഇതും ശ്രദ്ധിക്കണം നിങ്ങൾ. ഓരോരോ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളതും കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കണം കേട്ടോ. കാരണം നമ്മൾ കോംപാക്ഷന്റെ കർവ് വരയ്ക്കുമ്പോൾ നമ്മൾ ബെസ്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള സ്മൂത്ത് കർവ് ആയിട്ടാണ് വരയ്ക്കുക. അതേസമയം ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടണം. സോ നമ്മൾ ബെസ്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം അല്ലെ. ലിക്വിഡ് ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, ദിസ് ഇസ് ദ ഫ്ലോ കർവ് യു. അപ്പോൾ ജസ്റ്റ് ഇവിടെ കാണിക്കട്ടോ, അത് ഫ്ലോ കർവ് ആണെന്ന് ഇവിടെ കാണിച്ച് വെക്കണം. ഈ കിട്ടുന്ന ഗ്രാഫിന്
ഫ്ലോ കർവ് എന്ന് പറയാം. ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ബ്ലോസ് 25-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് നമ്മുടെ ലിക്വിഡ് ലിമിറ്റ്. സോ നമ്മൾ ഇവിടെ 13 അറിയാം, 18-ഉം 29 ഒക്കെ കിട്ടി. സോ ഇൻ ബിറ്റ്വീൻ 25 എന്നുള്ള നമ്പർ ഓഫ് ബ്ലോസ് ഉണ്ടായിരിക്കും അല്ലേ. സോ 25 എന്ന ഗ്രാഫിൽ നമ്മൾ നോക്കുക എവിടെയാണെന്നുള്ളത്. 25-ന് കറസ്പോണ്ടിങ് ഗ്രാഫിലേക്ക് നമ്മൾ കൊടുത്തിട്ട് സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഗെറ്റിംഗ് ഇൻ ദിസ് വൈ ആക്സിസ്. ഓക്കെ, ഇവിടെ കിട്ടുന്ന വാട്ടർ കണ്ടന്റ് ആയിരിക്കും നമ്മളുടെ ലിക്വിഡ് ലിമിറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ നൗ. ദെൻ സെക്കൻഡ്, ഡിറ്റർമിൻ ദ ലിക്വിഡിറ്റി ഇൻഡെക്സ്. ഓക്കെ, ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? IL അല്ലേ. സോ IL-ന്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മളുടെ നാച്ചുറൽ വാട്ടർ കണ്ടന്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഡിവൈഡ് ബൈ പ്ലാസ്റ്റിക് ലിമിറ്റ്. സോ അപ്പോൾ നമ്മൾ അതിൽ വാല്യൂസ് ഇട്ട് കൊടുക്കുക. നാച്ചുറൽ വാട്ടർ കണ്ടന്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതുണ്ടോ? ഇൻസിറ്റു മോയ്സ്ചർ കണ്ടന്റ് ഈസ് 18% തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് 18. ദെൻ WP ഇറ്റ് ഈസ് 15.5% ഡിവൈഡ് ബൈ IP എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് അല്ലേ. സോ ആ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ഈ ലിക്വിഡ് ലിമിറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. WP again 15.5 ഇവിടെ ഇട്ട് കൊടുക്കുക. ദെൻ വി വിൽ ഗെറ്റ് ദ IP വാല്യൂ. Clear? Then plasticity index. Okay, already നമ്മൾ ഇതിൽ നിന്നും plasticity കണ്ടുപിടിക്കേണ്ടി വരും. So this is plasticity index. Again just ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. Now differentiate between sensitive and thixotrope. ഇതെല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ആണ്. കൺസിസ്റ്റൻസി ഇൻഡെക്സ് ആൻഡ് ഫ്ലോ ഇൻഡെക്സ്, ഡെൻസിറ്റി ഇൻഡെക്സ് ആൻഡ് ഡെൻസിറ്റി. ഡെൻസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റിലേറ്റീവ് ഡെൻസിറ്റി ഉണ്ടല്ലോ, ID, അതാണ് ഡെൻസിറ്റി ഇൻഡെക്സ് കേട്ടോ. ദെൻ ഡെൻസിറ്റി, അബ്സൊല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പം ഈ ഒരു ടേം പ്രത്യേകം ശ്രദ്ധിക്കുക. അബ്സൊല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ G തന്നെയാണ്. അതേസമയം അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് GM എന്നുള്ളൊരു ടേം ആണ്. സോ GM എന്നുള്ള ടേം സാധാരണ നമ്മൾ നോക്കുന്നത് ഓരോരോ ഡിഫറെൻറ്റ് യൂണിറ്റ് വെയിറ്റ് വെച്ചിട്ടാണ്. അതായത് ഇപ്പം ആക്ച്വലി G സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ എന്താ ചെയ്യുന്നത്? ഗാമ ഓഫ് സോളിഡ്സ് ഡിവൈഡ് ബൈ ഗാമ ഓഫ് വാട്ടർ ആണ്. അതേസമയം ഈ ഗാമ സോളിഡ്സിന് പകരം യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിലിന് പകരം നമ്മൾ ബൾക്ക് ഡെൻസിറ്റി എടുക്കുകയാണെങ്കിൽ സോ ബൾക്ക് ഡെൻസിറ്റി ഡിവൈഡ് ബൈ ഗാമ W, ഇതൊരു അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ദെൻ കോമ നമ്മൾ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഗാമ സാച്ച് ഡിവൈഡ് ബൈ ഗാമ W ചെയ്താൽ ഇത് രണ്ടും ഈക്വൽ അല്ല, അത് മാറും. അതാണ് അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ എടുക്കുമ്പോൾ എടുക്കുന്ന ഡെൻസിറ്റിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. ഇറ്റ് ഇസ് നോട്ട് എ കോൺസ്റ്റന്റ്. നമ്മൾ ഡ്രൈ സ്റ്റേറ്റിലുള്ള സോയിലിന് എടുത്തിട്ട് അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗാമ D ബൈ ഗാമ W. ഇനി സബ്മേർജ്ഡ് കണ്ടീഷനിൽ ചോദിക്കുകയാണെങ്കിൽ ഗാമ ഡാഷ് ഡിവൈഡ് ബൈ ഗാമ W. സോ ഓൾ വാല്യൂസ് വിൽ ബി ചേഞ്ചിങ്. സോ അതുകൊണ്ടാണ് ഇതിനൊരു അപ്പാരന്റ് എന്ന് പറയുന്നത് GM എന്നുള്ള വാല്യൂ. ഇപ്പോൾ നമ്മൾ പറയുന്ന സംഭവം G എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ അബ്സൊല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി. അത് ഗാമ സോളിഡ്സ് ആണ്. അതിന്റെ സോളിഡ് ഗ്രെയിൻസിന്റെ യൂണിറ്റ് വെയിറ്റ് ഡിവൈഡ് ബൈ ഗാമ W എന്നുള്ള റേഷ്യോ ആണ് നമ്മൾ എപ്പോഴും പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്യുന്നത്. G എന്നോ അല്ലെങ്കിൽ GS എന്നോ കാണിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ രണ്ടെണ്ണം എന്ന് പറയുന്നത്. ദെൻ പാർട്ട് ബിയിൽ പോകുമ്പോൾ നോക്കൂ, കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ പെർമിയബിലിറ്റിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കറിയാം കോൺസ്റ്റന്റ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എഴുതി വെക്കാൻ പറ്റും അല്ലേ. K is equal to determine calculate coefficient of permeability എന്നാണ്. സോ കെയുടെ ഇക്വേഷൻ ജസ്റ്റ് എഴുതി വെക്കാം, QL ഡിവൈഡ് ബൈ A into HT. സോ എന്തൊക്കെ ഡാറ്റ തന്നിട്ടുണ്ട് നോക്കാം. ഇന്റേണൽ ഡയമീറ്റർ ഓഫ് പെർമിയോമീറ്റർ. സോ വി നോ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലേ. സോ π/4 d² ആണ്. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് D. ഓക്കെ, ദെൻ 7.5 സെന്റിമീറ്റർ. ഓക്കെ, സോ D² ഏരിയ കിട്ടും. ദെൻ ഹെഡ് ലോസ് ഓവർ എ സാമ്പിൾ ലെങ്ത് ഓഫ് 18. അപ്പം L ആണ് നമ്മളുടെ 18 എന്നുള്ളത്. സോ ഇറ്റ് ഈസ് 18 സെന്റിമീറ്റേഴ്സ് ആൻഡ് ദിസ് ഇസ് ഹെഡ് ലോസ് ഈക്വൽ ടു 24.7. അപ്പം H എന്ന് പറയുന്നത് എന്താണ്? 24.7 സെന്റിമീറ്റർ ആണ്. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കളക്ടഡ് ഇൻ 60 സെക്കൻഡ്സ്. അപ്പം സമയം T എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 626 ml അല്ലേ. സോ ദിസ് ഇസ് ക്യാപിറ്റൽ Q 626 ml. സോ യു നോ ml ന് നമ്മൾ എന്ത് കൺവേർഷൻ എങ്ങനെയാണ്? 1 ml വിൽ ബി ഈക്വൽ ടു 1 സെന്റിമീറ്റർ ക്യൂബ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 626 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ സെയിം യൂണിറ്റ്, സെന്റിമീറ്റേഴ്സും സെക്കൻഡ്സും ആണ്. അപ്പോൾ എല്ലാം ഒരേ പെർസെൻറ്റേജ് ഒരേ യൂണിറ്റിലാണ്. അപ്പോൾ യൂണിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് യൂണിറ്റ്സ് കൺവേർഷൻസ് ഒക്കെ കറക്റ്റ് പഠിച്ചു വെക്കണം കേട്ടോ. സോ എന്താ ചെയ്യാം, എല്ലാ വാല്യൂസും ഗിവൺ ആണ്. എല്ലാം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 7 മാർക്സ് ആണ് കണ്ടോ. സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ K വാല്യൂ. നൗ ക്വസ്റ്റ്യൻ അവിടെ അവസാനിച്ചില്ല. ഓൾസോ ഡിറ്റർമിൻ ദ seepage velocity. യു നോ വാട്ട് ഇസ് seepage velocity? Seepage velocity is VS. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ഡാർസിസ് ലോ പ്രകാരം V പ്രപ്പോർഷണൽ ടു I
ആൻഡ് വി ഈസ് ഈക്വൽ ടു കെ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെലോസിറ്റി ഉണ്ടല്ലോ, ദിസ് ഇസ് ഡിസ്ചാർജ് വെലോസിറ്റി, യുനോ, അത് ഡിസ്ചാർജ് വെലോസിറ്റിയാണ്. അതേസമയം ദർ ഇസ് അനദർ ടേം സീപ്പേജ് വെലോസിറ്റി വി എസ്. സോ വി എസ് ആൻഡ് വി റിലേഷൻ എന്ന് പറയുന്നത് ഡിസ്ചാർജ് വെലോസിറ്റി ഡിവൈഡ് ബൈ പോറോസിറ്റിയാണ്. ഓക്കെ, അപ്പം ആ ഒരു റിലേഷൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇവിടെ ഇപ്പോൾ കെ വാല്യൂ കിട്ടി അല്ലേ. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡിസ്ചാർജ് വെലോസിറ്റി ഫസ്റ്റ്. ഡിസ്ചാർജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കണം? കിട്ടിയിട്ടുള്ള കെ ഇൻറ്റു ഐ. ഐ എന്ന് പറയുന്നത് എന്താണ്? എൽ ബൈ എച്ച് അല്ലേ. സോ എൽ ബൈ എച്ച് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വി കിട്ടും. സോ ആ കിട്ടിയ വീനെ നമ്മൾ എന്ത് ചെയ്യുക? പോറോസിറ്റി ഈസ് ഗിവൺ, യുനോ, പോറോസിറ്റി ഓഫ് ദ സോയിൽ സാമ്പിൾ 44% തന്നിട്ടുണ്ട്. സോ ആ വീനെ നമ്മൾ എന്ത് ചെയ്യുക? പോറോസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വി എസ് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, സോ അങ്ങനെ അത്രയും ചെയ്താലാണ് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുന്നത്. നൗ ദിസ് ഇസ് അനദർ ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നോക്കൂ, ഇതിൽ നോക്കുക. അപ്പം ക്വസ്റ്റ്യന് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഡിറ്റർമിൻ വാല്യൂസ് ഓഫ് ടോട്ടൽ വെർട്ടിക്കൽ സ്ട്രെസ് ആൻഡ് എഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ്. അതായത് നമ്മുടെ സ്ട്രെസ് എഫക്റ്റീവ് സ്ട്രെസ്സിന്റെ ഡയഗ്രം വരക്കാനാണ്. അതുപോലെ പ്ലോട്ട് ദെയർ വേരിയേഷൻ എന്ന് പറഞ്ഞു. അപ്പം ആദ്യം നമ്മൾ അതിന്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതിയിട്ട് കാണിക്കണം. ദെൻ നമ്മൾ അതിന്റെ വേരിയേഷൻസ് പ്ലോട്ട് ചെയ്യാൻ വേണം അല്ലേ. അപ്പോൾ ആദ്യം അതിന്റെ സിറ്റുവേഷൻ, സോയിലിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കുക. ലെയർ ഓഫ് സാച്ചുറേറ്റഡ് ക്ലേ 4 meters thick is overlain by sand 5 meters. അപ്പം നമ്മൾ ആ ഫിഗർ ജസ്റ്റ് ഇവിടെ കാണിക്കണം. അപ്പം ആദ്യം നമ്മളുടെ this is our ground level and sand is there with 5 meters thickness. 5 meters thickness we have one sand and other clay is there with 4 meters. Okay, അപ്പം ആ രീതിയിൽ ശ്രദ്ധിക്കുക. 4 meters നമ്മുടെ clay ഉണ്ട്. ഓക്കെ, സോ ക്ലേയും ഗിവൺ ആണ്. ദെൻ വേറെ എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുള്ളത് നോക്കുക. വാട്ടർ ടേബിൾ ബീങ് 3 meters ബിലോ ദ സർഫസ്. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മൾ 3 meters നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാട്ടർ ടേബിളിനെ കാണിക്കണം. സോ ദിസ് ഇസ് 3 meters വാട്ടർ ടേബിൾ ഉണ്ട്. ദെൻ സോ നമുക്കറിയാം വാട്ടർ ടേബിളിന്റെ താഴെ ആയതുകൊണ്ട് ഇവിടെ സാച്ചുറേറ്റഡ് ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഗാമ സാറ്റ് ഓഫ് ദ സാൻഡ്. ക്ലേയും ഗാമ സാറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, നൗ ഇവിടെ സാൻഡിന്റെ മേലെ ബൾക്ക് ഡെൻസിറ്റി ഗാമ മതി. ഓക്കെ, so saturated unit weight of the clay and sand are 19 and 20. അപ്പം saturated unit weight of clay എന്ന് പറയുന്നത് 19 ആണ്. സോ അത് നമുക്ക് ഇവിടെ എഴുതിയെടുക്കാം. ആൻഡ് സാൻഡിന്റെ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് 20 ആണ്. സോ അത് ഇവിടെ കാണിക്കാം, 20. ആൻഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സാൻഡ് എബോവ് ദ വാട്ടർ ടേബിൾ 17. അപ്പം അത് 17 ആണ്. അപ്പം ഇവിടെ കാണിക്കാം. ഡിറ്റർമിൻ, ബാക്കി വേറെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, നമുക്ക് അത്ര ആവശ്യമുള്ള വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഫക്റ്റീവ് സ്ട്രെസ് കാണിക്കണം അല്ലേ. അപ്പോൾ ഞാനൊരു വേരിയേഷൻ പ്ലോട്ട് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അതിന്റെ തിയറി പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ എഴുതാൻ പറ്റും. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക? അവിടെ സെക്ഷൻ 1 എന്ന് കൊടുക്കാം. ദെൻ ഇതിന് വാട്ടർ ടേബിളിന്റെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു സെക്ഷൻ 2 ദെൻ ഹിയർ ഇറ്റ് ഈസ് 3 ആൻഡ് 4 എന്നൊക്കെ ആ രീതിയിൽ കാണിക്കാം. എന്നിട്ട് അറ്റ് 1 എന്നിട്ട് ഓരോന്ന് എഴുതുക, അറ്റ് 2 എന്നുള്ള ഓരോന്ന് എഴുതുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഫിഗറിൽ കാണിക്കാം. ടോട്ടൽ സ്ട്രെസ് കാണിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നോക്കുക 1 to, ഓക്കെ, ഇങ്ങനെ ഈ ഒരു എല്ലാ ഇന്റർഫേസിലും കാണിക്കാം. ബോട്ടത്തിലും വേണം, എല്ലാ ഇന്റർഫേസ് ലെയേഴ്സിലും കാണിക്കണം എന്നാണ് പറഞ്ഞിട്ട്. അപ്പം ഇന്റർഫേസ് ലെയേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ദെൻ ബോട്ടം ലെയർ ഇറ്റ് ഈസ് ഹിയർ. സോ ടോട്ടൽ സ്ട്രെസ് കാണിക്കുക. ഫസ്റ്റ് നോക്കുമ്പോൾ 3 meters 17 ആണ്. സോ ആ ഒരു വേരിയേഷൻ ഫസ്റ്റ് കാണിക്കുക. 0-ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. ഹിയർ ഇറ്റ് ഈസ് ഓക്കെ 3 into 17 ആണ് ഇവിടെ അല്ലേ. 3 into 17 അവിടെ വരും. ഓക്കെ, ആ 3 into 7 കിട്ടുന്ന വാല്യൂ നമ്മൾ നേരെ താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. സോ ഹിയർ ഇറ്റ് ഈസ് 3 into 17. വാല്യൂസ് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ദെൻ നമ്മൾ അതിന് ശേഷം ഇവിടെ ഗാമ സാറ്റിലേക്ക് വന്നു. ബാക്കി എത്ര വരും? 5-ൽ 3 meters പോയി ബാക്കി 2 meters ഉണ്ടാവും അല്ലേ. സോ 2 into 20 അല്ലേ. ഇവിടെ 2 into 20 ഇവിടെ വരും. അപ്പം അതിനെ താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ വിൽ ഗെറ്റ് 2 into 20 ഹിയർ. ആൻഡ് അഗെയിൻ ദെൻ 19 ആണ് ബാക്കി 4 meters. സോ ആ ഒരു വേരിയേഷൻ ആണ് ഇവിടെ കാണിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് 4 into 19. അപ്പം ടോട്ടൽ സ്ട്രെസ് വേരിയേഷൻ കിട്ടി. അപ്പം ഇവിടെയുള്ള വാല്യൂസ് എഴുതി വെക്കണം കേട്ടോ. ഇവിടെയുള്ള വാല്യൂസ് ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ പോലെ വാല്യൂ കിട്ടിയത് ഇവിടെ എഴുതി വെക്കുക പ്ലോട്ട് ചെയ്യുന്ന സമയത്ത്. നൗ നമ്മൾ ചോദിച്ചാൽ എഫക്റ്റീവ് സ്ട്രെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിന് മുന്നേ നമുക്ക് പോർ വാട്ടർ പ്രഷറിന്റെ വേരിയേഷനും കൂടെ കാണിച്ചാലേ നമുക്ക് അത് കാണിക്കാൻ പറ്റുള്ളൂ. സോ പോർ വാട്ടർ പ്രഷർ കാണിക്കുന്ന എപ്പോഴാണ്? വാട്ടർ ടേബിൾ എവിടെയാണോ അതിന്റെ താഴോട്ടേക്ക് മാത്രം പോർ വാട്ടർ പ്രഷർ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. സോ ഇവിടെ നിന്നും 2 സെക്ഷനിൽ നിന്നും താഴോട്ടേക്കാണ് വാട്ടർ ടേബിൾ വരുന്നത്. സോ ആ രീതിയിലുള്ള ഗാമ W ഇൻറ്റു എത്ര വരെ ലെങ്ത് വരും? 2 പ്ലസ് ഇവിടുന്ന് ഇവിടം വരെ 2, ദെൻ ഇവിടുന്ന് ഇവിടം വരെ 4. സോ 4 + 2 6 meters ഗാമ W ഇങ്ങനെ വരും. ദെൻ എഫക്റ്റീവ് സ്ട്രെസ് കാണിക്കാം. എഫക്റ്റീവ് സ്ട്രെസ് കാണിക്കുമ്പോൾ എങ്ങനെ വരിക? നമ്മൾ ഈ ഒരു ട്രയാങ്കിളിൽ നിന്നും ഇപ്പോഴത്തെ ഫസ്റ്റത്തെ ഫിഗറിൽ നിന്നും സെക്കൻഡ് ഫിഗർ മൈനസ് ചെയ്യുക. സോ ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ ആണ് നമ്മുടെ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ
സോ ഈ ഒരു ട്രയാങ്കിൾ അതുപോലെ തന്നെ നമുക്ക് കാണിക്കാം. ദെൻ ഇതിനെ ഈ ഒരു പോർഷന് നമുക്ക് താഴത്തേക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യും, അതിൽ നിന്ന് മൈനസ് ചെയ്യാനില്ല. ദെൻ ഈ ഒരു ട്രയാങ്കിളിൽ നിന്നും ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ മൈനസ് ചെയ്യാനുണ്ട്. സോ ആ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ എഴുതി കൊടുക്കാം. ദെൻ ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ ഉണ്ട്. സോ ഇതിൽ നിന്നും ഈ വാല്യൂസ് മൈനസ് ചെയ്യണം. ആ രീതിയിൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് അറിയാൽ ഇവിടെ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഓരോ ഇവിടെ ഇതിൽ ഈ വാല്യൂയിൽ നിന്നും ഈ വാല്യൂ മൈനസ് ചെയ്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. ദെൻ ഇത് കംപ്ലീറ്റ് ഈ ഒരു വാല്യൂ എത്രയാണ് നോക്കുക. ഓക്കെ, കാരണം ഈ ഒരു വാല്യൂ നമ്മൾ ഇവിടെ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള വാല്യൂ എത്രയാണോ നോക്കുക. അതിൽ നിന്നും ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ മൈനസ് ചെയ്തിട്ട് അത് ഇവിടെയും ഇട്ട് കൊടുക്കുക. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് സ്ട്രെസ് കിട്ടും. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ തിയറി ആയിട്ട് എഴുതുകയും ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് 8 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് 5th ക്വസ്റ്റ്യൻ, എ ഷിയർ ബോക്സ് ടെസ്റ്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം അതിൽ തന്നെ നോക്കിയാൽ നമുക്ക് ടെസ്റ്റ് ഏതാണ്ട് ഷിയർ ബോക്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി നോ ഇറ്റ് ഈസ് ഡയറക്റ്റ് ഷിയർ. ഓക്കെ, ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ആണെന്ന് ഓക്കെ. സോ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ആണ്. ദെൻ ബാക്കി ഡാറ്റ തന്നത് എന്തൊക്കെയാ നോക്കൂ. ഫെയിലിയർ സ്ട്രെസ്സിലുള്ളത് 70 kPa നോർമൽ സ്ട്രെസ് 200 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൽ നമുക്ക് ആകെ കിട്ടുന്ന ഫെയിലിയറിന്റെ സമയത്തുള്ള സ്ട്രെസ് കോമ്പിനേഷൻസ് ആണ്. സോ ആ ഒരു സ്ട്രെസ് കോമ്പിനേഷൻസ് ടോ എന്ന് പറയുന്നത് 70 kPa ആണ് ആൻഡ് നോർമൽ സ്ട്രെസ് 200 kPa തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഫെയിലിയറിന്റെ സമയത്തുള്ളതാട്ടോ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൽ തരുന്ന നമുക്ക് സ്ട്രെസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അറ്റ് ദ ഫെയിലിയർ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ അതിന്റെ ഇടയ്ക്കുള്ള ടൈമിലുള്ള സ്ട്രെസ്സസ് ഒന്നും നമുക്ക് ട്രയാക്ഷിയലുള്ള പോലെ ഡയറക്റ്റ് ഷിയറിൽ കിട്ടൂല. ഡയറക്റ്റ് ഷിയറിൽ കിട്ടുന്നത് ഓരോ ട്രയലിലും ഫെയിൽ ആവുന്ന സമയത്തുള്ള സ്ട്രെസ് കോമ്പിനേഷൻ നമുക്ക് വാല്യൂ മീൻസ് ലാബിൽ ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ, ഡ്രോ ദ മോർ സർക്കിൾ ആൻഡ് മോർ എൻവലപ്പ്. ഓക്കെ, മോർ സർക്കിളും വരക്കണം, മോർ എൻവലപ്പും വരക്കണം. ആൻഡ് ഓൾസോ ഫൈൻഡ് ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് അറ്റ് ഫെയിലിയർ. ഫെയിലിയർ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഓക്കെ, σ1 σ3കളാണ് ചോദിച്ചിട്ടുള്ളത്. σ1 ആൻഡ് σ3 അറ്റ് ഫെയിലിയർ ആൻഡ് ഓറിയന്റേഷൻ ഓഫ് ദ പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ 7 മാർക്കാണുള്ളത്. അപ്പം വളരെ ഈസിയാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ വി വിൽ ഡു ദ ക്വസ്റ്റ്യൻ ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ തന്നിട്ടുള്ള ഡാറ്റ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക, മോർ സർക്കിൾ വരക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇത് മോർ സർക്കിൾ വരക്കാൻ ഗ്രാഫ് ഷീറ്റ് അഗൈൻ യു ഹാവ് ടു ആസ്ക് ദ ഗ്രാഫ് ഷീറ്റ് ഫ്രം ദ ഇൻവിജിലേറ്റേഴ്സ്. സോ എന്ത് ചെയ്യാം, നമ്മൾ ഗ്രാഫ് ഷീറ്റിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കൂ. ഫസ്റ്റ് നമ്മളുടെ വൈ ആക്സിസ് വരക്കാം. ഓക്കെ, നൗ ദ എക്സ് ആക്സിസ്. ഓക്കെ, അപ്പം ഓരോന്നും നമ്മൾ അടയാളപ്പെടുത്താൻ നീറ്റ്ലി. ദിസ് ഇസ് ടോ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് സിഗ്മ. തന്നുള്ള ഡാറ്റ ഞാൻ ഇവിടെ നിന്നും കൂടെ എഴുതി വെക്കുന്നുണ്ട്. അതായത് നമ്മളുടെ സിഗ്മ ഫെയിലിയറിന്റെ സമയത്ത് കേട്ടോ. സോ ഫെയിലിയറിന്റെ സമയത്തുള്ള സിഗ്മ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ട് വാസ് ദാറ്റ്, സിഗ്മ ഇസ് 200 റൈറ്റ്. ഓക്കെ, അപ്പം നമ്മൾ 200 ആണ് എഴുതുന്നത്. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് 200 kPa ആൻഡ് ടോ ഈസ് 70 kPa. ഇത്രയും മാത്രമേ തന്നിട്ടുള്ളൂ. സാൻഡ് ആണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. സോ യുനോ സാൻഡ് ആകുമ്പോൾ സി വിൽ ബി 0. ആ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കണം, σ1 σ3 എത്രയാണ് കണ്ടുപിടിക്കണം. പിന്നെ ഇതിന്റെ ഓറിയന്റേഷൻ ഏത് ആംഗിളിലാണ് ഇത് ഓറിയന്റേഷൻ ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. അപ്പം ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിന്റെ മാത്രം പ്രത്യേകത എന്തായിരുന്നു, നിങ്ങൾക്ക് തിയറി പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഹൊറിസോണ്ടൽ ആയിരുന്നു അല്ലേ. നമ്മൾ ഫെയിലിയർ പ്ലെയിൻ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. സോ അവിടുത്തെ ആ സ്ട്രെസ് കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ, ഈ രീതിയിലായിരുന്നു ആ സ്ട്രെസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക ഈ ഒരു പോയിന്റ്. അതായത് നമ്മളുടെ ഫെയിലിയർ പെയിൻ ഈ കാണിച്ചിട്ടുള്ള ഡോട്ടഡ് ലൈൻ കണ്ടില്ലേ, ഈ ഒരു ഡോട്ടഡ് ലൈനാണ് നമ്മളുടെ ഫെയിലിയർ പെയിൻ. ഓക്കെ, ഈ ഡോട്ടഡ് ലൈൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഗ്രാഫിന്റെ ഭാഗം ഞാൻ ഇതിന് ഇറേസ് ചെയ്യാം. സോ യു വിൽ ബി ഗെറ്റിംഗ് മോർ ക്ലിയർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്ട്രെസ് കണ്ടീഷൻ ആൻഡ് ഷിയർ ബോക്സ്. അപ്പം ഹൊറിസോണ്ടൽ എന്നുള്ള ഇത് നമ്മളുടെ ഫെയിലിയർ പ്ലെയിൻ ആണ് കേട്ടോ. സാധാരണ നമ്മൾ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് അല്ലാത്ത മറ്റ് ടെസ്റ്റിലൊക്കെ മോർ സർക്കിളൊക്കെ പറയുമ്പോൾ പറയുന്നത് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞത് σ1 σ3 ആക്സിസ് ആയിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഫെയിലിയർ പ്ലെയിൻ ഏതെങ്കിലും അതിനോട് ഏതെങ്കിലും ഒരു ആംഗുലാർ ഇൻക്ലിനേഷനിലുള്ള നമ്മൾ കണ്ടുപിടിക്കലായിരുന്നു. സോ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൽ എങ്ങനെയാണ്, ഹൊറിസോണ്ടൽ ലൈൻ ആണ് അവിടുത്തെ ഫെയിലിയർ പ്ലെയിന്. അതിനെയും ടച്ച് ചെയ്യണം, σ3 വാല്യൂവിനെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ
ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മളുടെ സിഗ്മ 3യുടെ പ്ലെയിൻ വരിക. ആൻഡ് ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ സിഗ്മ 1 പ്ലെയിൻ വരിക. ക്ലിയർ ആണോ? സിഗ്മ 1 പ്ലെയിൻ എന്ന് പറയുന്നത് ഈ ഫെയിലിയർ പ്ലെയിനും ടച്ച് ചെയ്യണം. ദെൻ നമ്മളുടെ സിഗ്മ 1 വാല്യൂ എവിടെയാണോ ആ വാല്യൂവും തമ്മിൽ കൂട്ടി വരക്കുമ്പോൾ നമുക്ക് സിഗ്മ 1 പ്ലെയിൻ കിട്ടും. അപ്പോൾ ഈ ഒരു ലൈനാണ് നമ്മളുടെ സിഗ്മ 1ന്റെ പ്ലെയിൻ എന്ന് പറയുന്നത്. ആൻഡ് സിഗ്മ 3 പ്ലെയിൻ എന്ന് പറയുന്നത് ഫെയിലിയർ പ്ലെയിനിൽ നിന്നും സിഗ്മ 3 എന്നുള്ള പോയിന്റ് എവിടെയാന്ന് നോക്കുക. സോ അത് രണ്ടും കൂട്ടി വരക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സിഗ്മ 3 പ്ലെയിൻ എന്ന് പറയുന്നത്. സിഗ്മ 3 പ്ലെയിൻ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് സിഗ്മ 1 സിഗ്മ 3 ഓറിയന്റേഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. പ്രിൻസിപ്പൽ പ്ലെയിനിന്റെ ആംഗിൾ ഓഫ് ഓറിയന്റേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫെയിലിയർ പ്ലെയിൻ ഇറ്റ് വിൽ ബി ഹൊറിസോണ്ടൽ. സാധാരണത്തെ ക്വസ്റ്റ്യൻ ബാക്കി എല്ലാ ടെസ്റ്റുകളിലും എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? ഫെയിലിയർ പ്ലെയിനിന്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എത്രയാണെന്ന് ചോദിക്കുക. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സിഗ്മ 1 സിഗ്മ 3 ഇതിലായിരുന്നു. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈനിലായിരുന്നു സിഗ്മ 1 സിഗ്മ 3 വന്നിട്ട് അത് ഈ ഒരു ആക്സിസിൽ അല്ലെ, സിഗ്മ 1 സിഗ്മ 3 ആക്സിസിൽ നിന്നും എത്രയാണ് എന്നുള്ള പോയിന്റ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഒക്കെ എടുത്തിരുന്നത് എന്താണ്? അവിടെ ആ കേസിൽ ഫെയിലിയർ പ്ലെയിൻ ഏതെങ്കിലും ഒരു തീറ്റ ഒബ്ലിക് പ്ലെയിനിലായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫെയിലിയർ പ്ലെയിൻ ആണ് ഹൊറിസോണ്ടൽ, അതിൽ നിന്നും തീറ്റ ആംഗിളിലായിരിക്കും സിഗ്മ 1 പ്ലെയിൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ ഗ്രാഫ് വരക്കാൻ പോവാണ്. സോ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. സോ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ y ആക്സിസ് വരക്കുന്നു. ആൻഡ് യു ഹാവ് ടു ഡ്രോ ദിസ് ഇൻ ദ ഗ്രാഫ് ഷീറ്റ് ഓൺലി. ഓക്കെ, സ്കെയിലും പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ വരയ്ക്കുക. പ്രൊട്രാക്ടർ കോമ്പസ് ഒക്കെ നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ ഫെയിലിയർ സ്ട്രെസ് എന്നുള്ള ഇത് നമുക്ക് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ഡിഫറെന്റ് വാല്യൂസ് ഒക്കെ നമ്മളിവിടെ കൊടുക്കണം. y ആക്സിസിലും എക്സിസിലും കറസ്പോണ്ടിങ് നമുക്ക് ഈ സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുക. ദെൻ കറസ്പോണ്ടിങ് ടു 200 ആൻഡ് ടോ 70. അപ്പം നമ്മൾ ഇവിടെ നിന്നും സിഗ്മ വാല്യൂ ഒരു 200 ഒക്കെ നോക്കിയിട്ട് ദെൻ ടോ വാല്യൂവിന് ഒരു 70 ഒക്കെ നോക്കിയിട്ട് നമ്മളൊരു പോയിന്റ് ഇവിടെ അസ്യൂം ചെയ്യുക. ഇറ്റ് വിൽ ബി 270. സോ ദിസ് ഈസ് അവർ ഫെയിലിയർ പോയിന്റ്. അപ്പം ഈ ഫെയിലിയർ സ്ട്രെസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു പി എന്ന് കാണിക്കാം. സോ പി ഈസ് അവർ ഫെയിലിയർ പോയിന്റ്. ഓക്കെ, ഇതാണ് ഫെയിലിയർ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഫെയിലിയർ പോയിന്റ് കിട്ടി. പിന്നെ സാൻഡ് ആണ്, സി 0 ആണ്. സോ y ഇന്റർസെപ്റ്റ് വിൽ ബി 0. ഓക്കെ, സാൻഡ് ആണ് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് സി 0 ആണ്. അതർവൈസ് ദേ വിൽ ഗിവ് ദ വാല്യൂ ഓഫ് സി. ഓക്കെ, സി എന്നുള്ള വാല്യൂ ഇവിടെ ഇല്ല സാൻഡ് ആയതുകൊണ്ട്. സോ വി നോ സി 0 ആണെങ്കിൽ ദ ഫെയിലിയർ എൻവലപ്പ് വിൽ പാസ് ത്രൂ ദി ഒറിജിൻ അല്ലെ. സി 0 എന്ന് പറയുമ്പോൾ നമുക്കതിൽ സിയിലൂടെ എന്ത് ചെയ്യണം? ജസ്റ്റ് നമ്മൾ ഇതിലൊരു ഗ്രാഫ് ലൈൻ സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ദിസ് ഈസ് ദ സ്ട്രെങ്ത് എൻവലപ്പ്. ഓക്കെ, ഓർ മോർ എൻവലപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഈ ഒരു ലൈനാണ് നമ്മളുടെ സ്ട്രെങ്ത് എൻവലപ്പ് ഓഫ് ദിസ് സോയിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു സോയിലിന്റെ സ്ട്രെങ്ത് എൻവലപ്പ് ഇതാണെന്ന് മനസ്സിലായി. മേ ബി ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ 5 ചോദിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്ക് മീൻസ് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ഇവിടുത്തെ 5 വാല്യൂ കണ്ടുപിടിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിട്ടില്ല. സോ ആഫ്റ്റർ ദാറ്റ് ഈ സ്ട്രെങ്ത് എൻവലപ്പ് കിട്ടി നമ്മോട് മോർ സർക്കിൾ വരക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മോർ സർക്കിൾ വരച്ചാൽ മാത്രമേ നമുക്ക് സിഗ്മ 1 സിഗ്മ 3 കണ്ടുപിടിക്കാനും പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിന്റെ പ്രത്യേകത ഇത് ഫെയിലിയർ എൻവലപ്പിലും ഉണ്ടായിരിക്കും, മോർ സർക്കിളിനെയും ടച്ച് ചെയ്യുന്ന കോമൺ പോയിന്റ് ആയിരിക്കും. സോ ഈ ലൈനിൽ നിന്നും 90 ഡിഗ്രീസിൽ ഒരു ലൈൻ നമ്മൾ ജസ്റ്റ് എക്സ് ആക്സിസിലേക്ക് നമ്മൾ നീട്ടി വരക്കുവാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ സെന്റർ ഓഫ് ദ മോർ സർക്കിൾ. ക്ലിയർ ആണോ? അതായത് സാധാരണ മോർ സർക്കിളിന്റെ റിവേഴ്സ് ഓർഡറിൽ ഇങ്ങോട്ട് വരികയാണ്. അതായത് സാധാരണ നമ്മൾ സിഗ്മ 1 സിഗ്മ 3 വരച്ചിട്ട് അടയാളപ്പെടുത്തി സെന്റർ കണ്ടിട്ട് സെന്ററിൽ നിന്നുമാണ് നമ്മൾ സർക്കിൾ വരച്ചിരുന്നത് അല്ലെ. ഇവിടെ നമുക്ക് തിരിച്ചാണ് സിഗ്മ 1 സിഗ്മ 3 ഇറ്റ് ഇസ് അൺനോൺ ടേംസ് ആയതുകൊണ്ട് വി നോ ദ സ്ട്രെങ്ത് എൻവലപ്പ് വരച്ച് കിട്ടിയാൽ പിന്നെ അതിൽ നിന്ന് മോർ സർക്കിളിലേക്ക് കൊണ്ടുവരുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ കോമ്പസ് എടുത്തിട്ട് സി പി റേഡിയസ് ആയി വരുന്ന രീതിയിൽ കോമ്പസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്കിൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് അവർ മോർ സർക്കിൾ. സോ നമുക്ക് ഇവിടെ മോർ സർക്കിൾ കിട്ടി. ഓക്കെ, പിന്നെ നമുക്ക് സ്കെയിൽ ഗ്രാഫിൽ നിന്ന് നമ്മൾ ഈ ഒരു ലെങ്ത് മീൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ സിഗ്മ 3 കിട്ടും. പിന്നെ ഒറിജിനിൽ നിന്നും ഈ ഒരു പോയിന്റ് വരെയുള്ള മെഷർമെന്റ് നോക്കുമ്പോൾ സിഗ്മ 1 കിട്ടും. സോ സിഗ്മ 1 സിഗ്മ 3 വാല്യൂസ് ആർ ഹിയർ.
ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ഓറിയന്റേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഓറിയന്റേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫെയിലർ പ്ലെയിൻ ഏതാണ്? ഫെയിലർ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിൽ കൂടെ പോകുന്ന ഹൊറിസോണ്ടൽ ലൈനാണ്. സോ ഈ ഒരു പോയിന്റിൽ കൂടെ പോകുന്ന ഹൊറിസോണ്ടൽ ലൈൻ വരക്കുകയാണെങ്കിൽ ദിസ് ഈസ് അവർ ഫെയിലർ പ്ലെയിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫെയിലർ പ്ലെയിൻ ഫോർ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്. ആൻഡ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിനും മൈനർ പ്രിൻസിപ്പൽ പ്ലെയിനും വരക്കുന്നത് എങ്ങനെയാണ്? ഈ ഫെയിലർ പ്ലെയിനിന്റെ പോയിന്റും നമ്മുടെ സിഗ്മ 1 കൂട്ടി വരക്കുക ആദ്യം. ദിസ് ഈസ് sigma 1 plane. ഓക്കെ, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് പ്ലെയിൻ ഇതാണ്. ദെൻ സിഗ്മ 3യും നമ്മളുടെ ഈ ഫെയിലർ പ്ലെയിൻ പോയിന്റും കൂടി കൂട്ടി വരക്കുമ്പോൾ കിട്ടുന്നത് നമ്മളുടെ സിഗ്മ 3 പ്ലെയിൻ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. സോ ഈ ഒരു ആംഗിൾ ഇപ്പൊ ഞാൻ വരച്ചത് ആക്ച്വൽ സ്കെയിലിലല്ല. ഇഫ് ഇറ്റ് വാസ് ഇൻ ആക്ച്വൽ സ്കെയിൽ ദീസ് 2 ലൈൻസ് വിൽ ബി പാരലൽ ലൈൻസ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഗ്രാഫിൽ നിന്നും പ്രൊട്രാക്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതർവൈസ് യു ക്യാൻ ഡു വൺ തിങ്. നമുക്ക് ഈ ഒരു ആംഗിൾ ഇവിടെ കിട്ടും, 2θ കിട്ടൂലേ. സോ ഈ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക അല്ലേ? കാരണം ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ നിന്നും ഈ ലൈനിലേക്ക് വരച്ചതാണ്. ഓക്കെ, അതർവൈസ് യു ക്യാൻ മെഷർ ദ ആംഗിൾ ഫ്രം ഹിയർ. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കുക. ആൻഡ് ഈ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് എടുക്കുക. അപ്പം ഇതിന്റെ കിട്ടുന്ന ആംഗിളിന്റെ ഹാഫ് എടുത്താൽ നമുക്ക് സിഗ്മ 1 പ്ലെയിനിന്റെ തീറ്റ കിട്ടും. ഓക്കെ, ദെൻ കിട്ടിയ തീറ്റനെ 90 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ 3യുടെ പ്ലെയിന് കിട്ടും. അതെങ്ങനെയാണ്? കാരണം സിഗ്മ 1 സിഗ്മ 3 പ്ലെയിൻസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അതിന്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞ് ഒന്ന് കിട്ടി കഴിഞ്ഞാൽ മറ്റേത് 90ൽ നിന്ന് മൈനസ് ചെയ്താൽ ഓക്കെ കിട്ടും. ഓക്കെ, രണ്ടും കൂടെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ട് സിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 20 mm തിക്ക് ഓക്കെ, അതിന് മുന്നേ നമ്മൾ പാർട്ട് ഈ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാൻ മറന്നു അല്ലേ? സോ ട്രയാക്ഷിയൽ ഷിയർ ടെസ്റ്റിന്റെ റിസൾട്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ട്രയാക്ഷിയൽ ആണ്. നമുക്ക് ഫസ്റ്റത്തെ ട്രയൽ ചെയ്തപ്പോൾ കിട്ടിയ സിഗ്മ 3 വാല്യൂ, സിഗ്മ 1 വാല്യൂ, പോർ വാട്ടർ പ്രഷർ. സെക്കൻഡ് സോയിലിനെ വീണ്ടും ഒരു ട്രയലും കൂടെ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് സിഗ്മ 3 വാല്യൂ, സിഗ്മ 1 വാല്യൂ ആൻഡ് പോർ വാട്ടർ പ്രഷർ. ചോദിച്ചിട്ടുള്ളത് ഡിറ്റർമിൻ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് യൂസിങ് എഫക്റ്റീവ് സ്ട്രെസ് അനാലിസിസ്. ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് C and Φ ആണ് അല്ലേ? ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്. അതന്നെ എഫക്റ്റീവ് സ്ട്രെസ് അനാലിസിസ് വഴി ചെയ്യാന്ന് പറയുന്നത് C' Φ' ഞാൻ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ സ്ട്രെസ് വെച്ചിട്ട് ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റർ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് C and Φ only, and if it is analyzing by effective stress we will get the another value of C, that is C' and Φ'. അപ്പോൾ അതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യനിൽ ബോത്ത് C5 ആൻഡ് C', കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു അത് 10 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ 8 മാർക്സിൻ്റെ ചോദിച്ചിട്ടുള്ള എഫക്റ്റീവ് സ്ട്രെസ് അനാലിസിസ് യൂസ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഈ സിഗ്മ 3 സിഗ്മ 1കളൊക്കെ സിഗ്മ ഡാഷുകളാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഇവിടെ ഞാൻ കാണിക്കാം. നമ്മൾ ടാബുലർ കോളം വരക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ട്രയലിന്റെ കേസ് വരക്കുക. അതായത് ഫസ്റ്റത്തെ ട്രയലിൽ സിഗ്മ 1 സിഗ്മ 3 കാണിക്കണം. ഓക്കെ, ദെൻ സെക്കൻഡ് കേസിലുള്ള സിഗ്മ 1 സിഗ്മ 3 കാണിക്കണം. എങ്ങനെയാണ് എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കുക? ദീസ് ടേംസ് ആർ ടോട്ടൽ സ്ട്രെസ് ടേംസ്. ഓക്കെ, ഇതൊക്കെ ടോട്ടൽ സ്ട്രെസ് ടേംസ് ആണ്. അതിൽ നിന്നും പോർ വാട്ടർ പ്രഷർ മൈനസ് ചെയ്താൽ മതി അല്ലേ? ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ വിൽ ഗെറ്റ് എഫക്റ്റീവ് സ്ട്രെസ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? 17 മൈനസ് 12 ചെയ്താൽ സിഗ്മ 3 കിട്ടും. ഫസ്റ്റത്തെ കേസിലുള്ള സിഗ്മ 3 എന്ന് പറഞ്ഞത് 17 മൈനസ് 12 ആണ്. അത് ഇവിടെ ഇട്ട് കൊടുക്കുക. സോ 17 മൈനസ് 12. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് പോർ വാട്ടർ പ്രഷർ 12 ആയതുകൊണ്ട് ദെൻ സിഗ്മ 1 എന്ന് പറയുന്നത് 157 മൈനസ് 12 ആണ്. സോ ആ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക, 157 മൈനസ് 12. സോ ഫസ്റ്റത്തെ കേസിൽ സിഗ്മ 1 സിഗ്മ 3 കിട്ടി. സെക്കൻഡ് ട്രയൽ നോക്കുക. സിഗ്മ 3 ഈസ് 44 ആൻഡ് പോർ പ്രഷർ ഈസ് 20. സോ 44 മൈനസ് 20 ആണ് നമ്മുടെ ഇവിടുത്തെ സിഗ്മ 3 44 മൈനസ് 20. ആൻഡ് ഇവിടുത്തെ സിഗ്മ 1 എന്ന് പറയുന്നത് 204 ആണ്. സോ 204 മൈനസ് 20 ആണ് നമ്മൾ സിഗ്മ 1 ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്, 204 മൈനസ് 20. ക്ലിയർ ആണല്ലോ? സോ ദിസ് മച്ച് 4 വാല്യൂസ് വി ഗോട്ട് അല്ലെ? സിഗ്മ 1 സിഗ്മ 3 ഫസ്റ്റ് കേസിന്റെ സിഗ്മ 1 സിഗ്മ 3 സെക്കൻഡ് കേസിന്റെ സിഗ്മ 1 സിഗ്മ 3 കിട്ടി. അപ്പൊ 2 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. സോ വി ഹാവ് ടു ഡ്രോ. നമ്മൾ താഴെ ഇവിടെ കാണിക്കുന്നത് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രാഫ് ഷീറ്റ് വാങ്ങാം.
ഓക്കെ, ടോ എന്നിവിടെ കാണിക്കുക, സിഗ്മ ഇവിടെ കാണിക്കുക അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മ ഗ്രാഫ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ട്രയലിന്റെ സർക്കിൾ വരയ്ക്കുക. അപ്പൊ നമ്മൾ കിട്ടിയ വാല്യൂ ഇവിടെ കിട്ടിയ വാല്യൂ ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്, ഇത് നോക്കണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടിയ ഫസ്റ്റ് ട്രയലിന്റെ സിഗ്മ 1 സിഗ്മ 3 വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മോർ സർക്കിൾ ഇവിടെ വരയ്ക്കുക. ക്ലിയർ. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ട്രയലിന്റെ സിഗ്മ 1 സിഗ്മ 3 വാല്യൂ നോക്കുക, അത് കുറച്ചും കൂടി എവിടെയാണോ നോക്കുക, ഫസ്റ്റ് സിഗ്മ 3 ഡാഷ് നെക്സ്റ്റ് പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് അണ്ടർ സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ട്രയാക്സിയൽ ടെസ്റ്റിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക, ഡിഫറെന്റ് മോ സർക്കിൾ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബെസ്റ്റ് കോമൺ ടാൻജന്റ് അല്ലേ. അപ്പം ഈ ഒരു ടാൻജന്റ് ഇതിന് രണ്ട് സർക്കിളിനെയും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോമൺ ടാൻജന്റ് നമ്മൾ എന്ത് ചെയ്യുക, വൈ ആക്സിസിലേക്ക് കണക്ട് ചെയ്തിട്ട് വരയ്ക്കുക. ദിസ് വിൽ ബി ദ മോർ എൻവലപ്പ്. ഓക്കെ, ഈ ഒരു ലൈനാണ് നമ്മളുടെ മോർ എൻവലപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ കിട്ടുന്ന ഈ ഒരു ഇന്റർസെപ്റ്റ് എത്രയാണോ, ദാറ്റ് ഈസ് അവർ സി ഡാഷ് വാല്യൂ ആൻഡ് കോമ്പസ് എടുക്കുക, മീൻ പ്രൊട്രാക്ട് എടുത്തിട്ട് നമ്മൾ ഈ അളവ്, ഈ ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 5 കണ്ടുപിടിച്ചാൽ വി വിൽ ഗെറ്റ് 5 ഡാഷ്. ഓക്കെ, ഈ രീതിയിലാണ് മോർ സർക്കിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഫക്റ്റീവ് സ്ട്രെസ് അനാലിസിസ് യൂസ് ചെയ്തിട്ടുള്ള ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക ട്രയാക്സിയൽ ടെസ്റ്റിൽ. ഓക്കെ, അപ്പോൾ ട്രയാക്സിയൽ ടെസ്റ്റ് പ്രകാരം നിങ്ങൾ രണ്ട് കേസും ചോദിച്ചിട്ടുണ്ട്, ടോട്ടൽ സ്ട്രെസ് വെച്ചിട്ടും എഫക്റ്റീവ് സ്ട്രെസ്സും വെച്ചിട്ടും ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടിയ വാല്യൂസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, മീൻസ് ടാബുലർ കോളത്തിൽ കണ്ടിട്ടുള്ള സെയിം വാല്യൂസ് യൂസ് ചെയ്തിട്ട് പോർ പ്രഷർ മൈൻഡ് ചെയ്യാതെ ഇതുപോലെ ഒരു ഗ്രാഫ് വരക്കുക. ഓക്കെ, രണ്ട് സർക്കിൾസ് വരക്കുക, ഇതേപോലെ നമ്മൾ മെഷർ ചെയ്യുക, C5 കണ്ടുപിടിക്കുക. ദെൻ എഫക്റ്റീവ് സ്ട്രെസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ പോർ വാട്ടർ പ്രഷർ മൈനസ് ചെയ്തിട്ടുള്ള സ്ട്രെസ് വാല്യൂസ് എടുത്തിട്ട് സർക്കിൾസ് വരച്ച് കണ്ടുപിടിക്കുന്ന CM5 നോക്കുക. ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്, പക്ഷേ കോൺസെപ്റ്റ് ക്ലിയർ ആവണമെന്ന് മാത്രം കേട്ടോ. ദെൻ 6th ക്വസ്റ്റ്യൻ ഒക്കെ നോക്കൂ, അതൊരു തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കുക കേട്ടോ, മോർക്കുളം തിയറി സ്റ്റേറ്റ് ചെയ്യാനും ഷിയർ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ്. ദെൻ ഫീൽഡ് മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ, ഫീൽഡ് മെത്തേഡ് വെയിൻ ഷിയർ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കുക. ദെൻ ക്യുക്സ് ആൻഡ് കണ്ടീഷൻ, എക്സിറ്റ് ഗ്രേഡിയൻ, ഫ്രിയാറ്റിക് ലൈൻ, UU ടെസ്റ്റ്. അപ്പം സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, a 20 mm thick specimen of soil takes 16 minutes to reach 50% consolidation in the laboratory when drainage is permitted from both ends. Calculate the coefficient of consolidation. Also calculate the time required for 90% consolidation for the above sample. How much time it will take for 90% consolidation of 4 meters thick similar sample in the field with double drainage. Also calculate the time when drainage is permitted only from one side. Okay, അപ്പോൾ നമ്മളുടെ കൺസോൾട്ടേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സോ അവർ 4th മൊഡ്യൂളിലുള്ള ഒരു പ്രോബ്ലം ആണ്. സോ വിച്ച് ഇസ് ദ ഇക്വേഷൻ, നമുക്ക് ഏതൊരു ഇക്വേഷൻ പ്രകാരമാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുക. അപ്പം നോക്കുക, തന്നിട്ടുള്ള ഡാറ്റ ഒക്കെ ടൈം ഫോർ കൺസോൾട്ടേഷൻ ഓരോരോ പെർസെൻറ്റേജിനനുസരിച്ചുള്ള ടൈമും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ കാണാൻ ചോദിച്ചിട്ടുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ വിച്ച് ഇസ് CV. യുനോ, സോ CV എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, you know that TV time factor TV is equal to CVT divided by D square. അപ്പം ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടെർസാഗീസ് തിയറിയിലെ ഈ ഒരു ഇക്വേഷൻ പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പല മോഡലിലും പല ട്വിസ്റ്റിംഗ് ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഈസിയാണ്, കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ 10 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ നമ്മളൊന്ന് ജസ്റ്റ് കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എങ്ങനെയാണ്, ഇപ്പോൾ പൊതുവേ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ചോദിക്കാറുള്ളത് ഒരു സൈറ്റിലെ കണ്ടീഷൻ തരും, അതുപോലെ തന്നെ ആ സൈറ്റിലെ പർട്ടിക്കുലർ സോയിലിൻ്റെ ഒരു സാമ്പിൾ നമ്മൾ ലാബിൽ സ്പെസിമെനിൽ ചെയ്തിട്ട് കൺസോൾട്ടേഷൻ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ഡാറ്റയും തരും. ഓക്കെ, അപ്പം ഈ ലാബിൽ ചെയ്തിട്ടുള്ള ഡാറ്റ റിലേറ്റ് ചെയ്തിട്ട് സൈറ്റിലുള്ളതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് കൺസോൾട്ടേഷൻ എത്ര സമയം കൊണ്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ആ രീതിയിലാണ് ഇതിലെ പ്രോബ്ലംസ് വരിക. സോ ഇവിടെ തന്ന ഡീറ്റെയിൽസ് നോക്കാം, ലാബിലുള്ള കാര്യങ്ങളും അതുപോലെ സ്പെസിമെൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് സൈറ്റിലുള്ള കണ്ടീഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലാബിൽ ചെയ്യുന്ന പ്രോപ്പർട്ടീസും കാര്യങ്ങളും എഴുതി വെക്കാം. അപ്പം എന്താണ്, 20 mm തിക്ക് സ്പെസിമെൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 20 mm തിക്കാണ്. ഓക്കെ, ദെൻ 16 minutes ടു റീച്ച് 50% കൺസോൾട്ടേഷൻ. ഓക്കെ, അപ്പം 50% കൺസോൾട്ടേഷൻ 16 minutes ആണ്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതുക, സ്മോൾ ലെറ്റർ T 50% is equal to 16 minutes കേട്ടോ. സോ ഈ ടിയുടെ നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കാണിക്കുന്നത് എന്താണ്, അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കൺസോൾട്ടേഷൻ ആണ്. അപ്പം ഫോർ 50% കൺസോൾട്ടേഷൻ ദ ടൈം വിൽ ബി 16 minutes ഇൻ ദ ലാബ്. ഓക്കെ, വെൻ ഡ്രെയിനേജ് ഇസ് പെർമിറ്റഡ് ഫ്രം ബോത്ത് എൻഡ്സ്. അപ്പം ബോത്ത് എൻഡ്സ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, 2-way ഡ്രെയിനേജ് അല്ലേ.
സോ ടു വേ ഡ്രെയിനേജ് നമ്മൾ എങ്ങനെ എടുക്കുക, ഡി വാല്യൂ വിൽ ബി തിക്നെസ് ബൈ 2. ഓക്കെ, അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചോദിച്ചിട്ടുള്ളത്, സി വി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോ സി വി ഇസ് ഈക്വൽ ടു വാട്ട്, ആൻഡ് ഓൾസോ കാൽക്കുലേറ്റ് ദ ടൈം റിക്വയർഡ് ഫോർ 90% കൺസോൾട്ടേഷൻ ഫോർ ദ എബോവ് സാമ്പിൾ. ഇതേ സോയിൽ തന്നെ 90% കൺസോൾട്ടേഷന് എത്ര ടൈം എടുക്കുന്നും കാണണം. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ ഒരു കേസ് എന്ന് പറയുന്നത്. ദെൻ ഓൾസോ കാൽക്കുലേറ്റ് ദ ടൈം, ഓക്കെ അത് പറഞ്ഞു. ദെൻ ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ഫോർ 90% കൺസോൾട്ടേഷൻ ഓഫ് 4 മീറ്റർ തിക് സിമിലർ സാമ്പിൾ ഇൻ ദ ഫീൽഡ്. സോ ഫീൽഡിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ കാണിക്കാം. ഫീൽഡിൽ നേരത്തെ പറഞ്ഞതിന് പോലെ 4 മീറ്റർ തിക്ക് ആയിട്ടുള്ളൊരു സോയിൽ ലെയർ ആണ്. ദെൻ അതിൻ്റെ തന്നെ 90% കൺസോൾട്ടേഷൻ്റെ ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. T90 ഈസ് ഈക്വൽ ടു വാട്ട്. പിന്നെ വിത്ത് ഡബിൾ ഡ്രെയിനേജ് തന്നെയാണ്. സോ ഡി ഈസ് ഗിവൺ ആസ് h/2. ദെൻ അപ്പം ഈ T90 കണ്ടുപിടിക്കണം. ഓൾസോ കാൽക്കുലേറ്റ് ദ ടൈം വെൻ ഡ്രെയിനേജ് ഇസ് പെർമിറ്റഡ് ഓൺലി ഫ്രം വൺ സൈഡ്. അപ്പം വൺ സൈഡ് ആയിട്ടുള്ള കാൽക്കുലേഷനും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതിയെടുക്കാം. ഫീൽഡിൽ തന്നെയുള്ള എന്താണ് T90 ഫോർ ഡി ഈക്വൽ ടു എച്ച്, സിംഗിൾ ഡ്രെയിനേജ്, വൺ വേ ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ ഡി ഈക്വൽ ടു എച്ച് അല്ലേ എടുക്കുക. അപ്പം ആ ഒരു വാല്യൂ കൂടെ നമുക്കിതിൽ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം, ഈ ഒരു ഇക്വേഷനിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ദർ ആർ 2 കോൺസ്റ്റൻസ്, ടോ വി ആൻഡ് സി വി അല്ലേ. സോ ടി വി നമ്മുടെ ടൈം ഫാക്ടർ ആണ്, ആൻഡ് സി വി ഈസ് കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ. അപ്പം ഇതിന്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. സി വി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ഫോർ എനി ടൈപ്പ് ഓഫ് സോയിൽ. ഒരു പർട്ടിക്കുലർ സോയിൽ എടുത്താൽ അതിന്റെ എപ്പോഴും അതിന്റെ സി വി എന്ന് പറയുന്നത് സെയിം ആണ്. ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺലി അപ്പോൺ എന്തൊക്കെയാണ് കെ വാല്യൂ അല്ലെ. സി വിയുടെ ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കെ, മ്യൂ, ഗാമ, ഡബ്ല്യു ഈ തുടങ്ങിയ ഈ കോൺസ്റ്റന്റ് ടേംസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ടേമാണ് സി വി എന്ന് പറയുന്നത്. സോ ഫോർ പെർട്ടിക്കുലർ സോയിൽ, അത് നമ്മൾ സോയിൽ ലാബിലായാലും എവിടെ ആയാലും അതിന് കൺസോൾട്ടേഷൻ എത്ര പെർസെൻറ്റേജ് നടന്നാലും ഒക്കെ ആയാലും സി വി വിൽ ബി ദ സെയിം വാല്യൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ടൈം ഫാക്ടർ എന്താണ്, ടൈം ഫാക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യു പെർസെൻറ്റേജ്. ഓക്കെ, ഹൗ മച്ച് യു പെർസെൻറ്റേജ്, ഐ മീൻ എന്താണ് എത്ര പെർസെൻറ്റേജ് കൺസോൾട്ടേഷൻ നടന്നു അതിന്റെ ടൈം ഫാക്ടർ എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഒരേ സോയില് ഇപ്പം നമ്മൾ ഓക്കെ T50 വിൽ ബി എ കോൺസ്റ്റന്റ്. അപ്പം അതേ സോയിലിന്റെ T90% എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അനദർ കോൺസ്റ്റന്റ് ടേം. ഓക്കെ, അതൊരു മറ്റൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ടൈം ഫാക്ടർ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് കൺസോൾട്ടേഷൻ ഒക്കേർഡ്. ഓക്കെ, അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ടൈം ഫാക്ടർ. അപ്പോൾ അത് ഏത് സോയിലാവട്ടെ യു പെർസെൻറ്റേജിന് കറസ്പോണ്ടിങ് ടോവി വിൽ ബി ദ സെയിം വാല്യൂ. ഓക്കെ, സി വി എന്ന് പറയുന്നത് ഒരു സോയിലിന് ഏത് കണ്ടീഷനിൽ എടുത്താലും സി വി വിൽ ബി എ കോൺസ്റ്റന്റ്. അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ടോവി ഒരേ പെർസെൻറ്റേജ് കൺസോൾട്ടേഷന്റെ കാര്യത്തിൽ നമ്മളോട് 2 കേസ്, ഇപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നോക്കൂ, 90%ന്റെ സമയം തന്നെയാണ് ഇവിടെയും കണ്ടുപിടിക്കാനുള്ളത്, ഇവിടെയും കണ്ടുപിടിക്കാനുള്ളത്. വേറെ 2 കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒന്ന് സിംഗിൾ ഡ്രെയിനേജ് ആകുമ്പോൾ ഡബിൾ ഡ്രെയിനേജ് ആകുമ്പോഴുള്ള കേസാണ്. ബട്ട് ദ കേസ് ഇസ് സ്മോൾ ടി ഫോർ 90% ആണ് ഇവിടെയും കണ്ടുപിടിക്കാനുള്ളത്, ഇവിടെയും കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആ ഇക്വേഷൻ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏത് റിലേഷൻ യൂസ് ചെയ്യാന്നറിയോ, ടോവിയും സി വിയും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്യാൻ പറ്റും. T/d² ഓഫ് എനി വൺ കേസ് will be equal to same സോയിലിന്റെ T/d² ഓഫ് എനി അതർ കേസ്. ഓക്കെ, സെയിം സോയിലിന്റെ തന്നെ ആവണം. ബട്ട് കണ്ടീഷൻസ് വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുമ്പം സെയിം സോയില് അതുപോലെ തന്നെ വേറെ എന്ത് വരണം, നമ്മളുടെ പെർസെൻറ്റേജ് ഓഫ് കൺസോൾട്ടേഷൻ സെയിം ആയിരിക്കണം. ആ രീതിയിൽ ഡബിൾ ഡ്രെയിനേജും കാര്യങ്ങളും വ്യത്യാസം വരുത്തിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ റിലേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സി വി, റൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ സി വി ചെയ്യുന്ന പ്രോബ്ലം നമ്മൾ ഇവിടെ കാണിക്കാം. ഓക്കെ, ഹിയർ സി വി കണ്ടുപിടിക്കണം. അപ്പോൾ സി വിയുടെ ഇക്വേഷൻ എന്തായിരിക്കും, സി വി ഇസ് ഈക്വൽ ടു എന്ത് വരും, ടൈം ഫാക്ടർ T/d² ബൈ ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഗിവൺ ഡാറ്റ, T50%ൻ്റെ 16 മിനിറ്റ്സ് ആണ് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്കിത് സി വി എന്നുള്ളത് നമ്മൾ 50% കറസ്പോണ്ടിങ് കണ്ടുപിടിച്ചാൽ മതി. അപ്പം എല്ലാ കറസ്പോണ്ടിങ് ആയിട്ടും സി വി സെയിം കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് T50% ഇൻറ്റു d² ഡിവൈഡ് ബൈ സ്മോൾ T50. അപ്പോൾ മുകളിലുള്ള ക്യാപിറ്റൽ T50 എന്താണ്, ടൈം ഫാക്ടർ ഫോർ 50% കൺസോൾട്ടേഷൻ, ആൻഡ് സ്മോൾ ടി ഡിനോമിനേറ്ററിലുള്ള എന്താണ്, ഇറ്റ് ഇസ് ദ ടൈം ഫോർ കൺസോൾട്ടേഷൻ. ഓക്കെ, 50% കൺസോൾട്ടേഷൻ എടുത്തിട്ടുള്ള ടോട്ടൽ ടൈമാണ് T50 എന്ന് പറയുന്നത് കേട്ടോ. സോ ഇനി നമുക്ക് നോക്കേണ്ട കാര്യം ഈ T50. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഗിവൺ അല്ല. മിക്കവാറും ക്വസ്റ്റ്യൻ അല്ല നിങ്ങളോട് പെർസെൻറ്റേജ് ഓഫ് കൺസോൾട്ടേഷന് പ്രകാരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മളടുത്ത് എന്ത് ചെയ്യാം,
ടി വി വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും മേ ബി ടി വി വാല്യൂ തരും. ഓക്കെ, അതർവൈസ് വി ഹാവ് ടു യൂസ് 2 ഇക്വേഷൻസ് അത് ടി വി അല്ലെ ടി വി യു റിലേറ്റഡ് ആയിട്ടുള്ള 2 ഇക്വേഷൻസ് ഉണ്ട്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും കണ്ടുപിടിക്കാം. അതർവൈസ് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാം. T50 ആൻഡ് T90 നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. അതായത് നമ്മൾ കാരണം നമുക്കറിയാം ഇതിന്റെ ലബോറട്ടറി മെത്തേഡ് പ്രകാരം നമ്മൾ സ്ക്വയർ ഫിറ്റിംഗ് മെത്തേഡും ലോഗരിതമിക് ഫിറ്റിംഗ് മെത്തേഡൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് T50 ആൻഡ് T90 ടേംസ് നമ്മൾ എന്തായാലും അതിൽ പഠിച്ചു വെക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോളൂ. 0.197 ആണ് T50% ആൻഡ് T90 എന്ന് പറയുന്നത് 0.848 ആണ്. ഓക്കെ, അതർവൈസ് യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ഫോർ ടോവി, റൈറ്റ്? അപ്പോൾ ടോവിയുടെ ഇക്വേഷൻസ് ഉണ്ടായിരുന്നല്ല യു ലെസ് ദാൻ or equal to 60% ഒരു ഇക്വേഷനും യു ഗ്രേറ്റർ ദാൻ 60% ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ആ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ടി വി അപ്പം കണ്ടുപിടിച്ചാലും മതി. സോ അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇപ്പം വേറെ ഏതെങ്കിലും പെർസെൻറ്റേജിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ 50യും 90യും ഒക്കെ നമ്മൾ പഠിക്കുന്ന ടേംസ് ആയതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ടു ബൈ ഹാർട്ട് ഇറ്റ്. ഓക്കെ, T50% ആൻഡ് T90% വാല്യൂസ് ഇവിടെ ജസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ, സോ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇനി CV കാണാൻ എന്ത് ചെയ്താൽ മതി, T50 D/T50 അല്ലേ. അപ്പോൾ നമ്മൾ T50യുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. എന്താണ് 0.197 ഇട്ട് കൊടുക്കാം ഇവിടെ. ആൻഡ് ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് സ്പേസ് ഉണ്ടാക്കട്ടെ ഞാൻ. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്പേസ് നമ്മളിവിടെ ഇറേസ് ചെയ്യാം. ഓക്കെ, ദെൻ സോ ടി വിയുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. സോ 0.197 ആണ് ഫസ്റ്റത്തെ 0.197 ഇൻറ്റു ഡി സ്ക്വയർ. ഡി എന്താണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്, ഫോർ ഡബിൾ ഡ്രെയിനേജ് കേസിലാണ് 16 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഡി ഇസ് h/2, h is 20 mm/2 is 10 mm ആണ്. സോ ആ 10 ഇവിടെ ഇട്ട് കൊടുക്കാം. 10 സ്ക്വയർ ഡിവൈഡ് ബൈ ടി ഫോർ 50% 16 മിനിറ്റ്സ്. സോ 16. അപ്പോൾ യൂണിറ്റ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. യൂണിറ്റ്സ് ഒന്നുമില്ല എല്ലാം ഒരുപോലെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം പോലെ. കിട്ടുന്ന CV ആ യൂണിറ്റിലായിരിക്കുന്നു മാത്രം. ഓക്കെ, അപ്പം ആ രീതിയിൽ ചെയ്താൽ നിങ്ങൾ ഇവിടെ CV കിട്ടും. ഓക്കെ, നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സെക്കൻഡ് പാർട്ട്, അതായത് T90 എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോ T90 കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, നോ T90 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇതിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. സോ T90 വിൽ ബി ഈക്വൽ ടു സെയിം ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം, ടോവി ഡി സ്ക്വയർ ബൈ CV. അപ്പോൾ ഇവിടെ T90 ആയതുകൊണ്ട് എന്താണ് ഈ ഇതും ടൈം ഫാക്ടറും 90% കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുക. സോ T90% എന്ന് പറയുന്നത് 0.848 ആണ്. ദെൻ ഡി സ്ക്വയർ അഗെയിൻ 10 സ്ക്വയർ ആണ്. ദെൻ ഡിവൈഡ് ബൈ CVയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ആ CVയുടെ വാല്യൂ ഓക്കെ, അപ്പം T90 കിട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സോ നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫൈനൽ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. അത്രയും കൂടെ ഞാൻ ടൈം യൂസ് ചെയ്യുന്നില്ല ഇവിടെ. ഓക്കെ, നൗ നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ടിലെ 2 കാര്യങ്ങൾ കഴിഞ്ഞു. CV കണ്ടുപിടിച്ചു, T90 കണ്ടുപിടിച്ചു. ഇനി ഫീൽഡിൽ ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിലേഷൻ യൂസ് ചെയ്യാൻ പോകുന്നത്, T/D² റിലേഷൻ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഫീൽഡിൽ എന്താ ചോദിച്ചിട്ടുള്ള 4 മീറ്റർ തിക്നെസ് ഉള്ള സോയിൽ സാമ്പിൾ, അതിൻ്റെ T90 കണ്ടുപിടിക്കണം, ഡബിൾ ഡ്രെയിനേജ് ആകുമ്പോഴും പിന്നെ സിംഗിൾ ഡ്രെയിനേജ് ആകുമ്പോഴും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മളുടെ ഈ T/D² എന്നുള്ള സിമിലർ എന്ത് ചെയ്താൽ മതി. ഇപ്പം T/D² നമ്മൾ എന്തിട്ട് കൊടുക്കുക, ഇവിടെ T90% നമുക്ക് അറിയില്ല. സോ ഇറ്റ് ഈസ് അൺനോൺ. ആൻഡ് ഡിവൈഡ് ബൈ D² അല്ലേ. D² ഇവിടെ എന്താണ് 4/2 ആണ്. ദിസ് ഇസ് 2 meters. സോ 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടുത്തെ സോയിലിൻ്റെ കേസിലുള്ള T90 എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. സോ ഇറ്റ് ഈസ് നോൺ വാല്യൂ, നമ്മളിവിടെ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ആ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. ഡിവൈഡ് ബൈ അവിടുത്തെ D² എന്ന് പറയുന്നത് 10 mm സ്ക്വയർ. സോ 10 mm മീറ്റേഴ്സിലേക്ക് മാറ്റുക. ഓക്കെ, 10 mm ആണ് ഇവിടെ കാണിക്കുന്നത്. അതിന് മീറ്റേഴ്സിലേക്ക് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, സ്ക്വയർ ചെയ്യാനായിട്ട്. 2 ഒരേ യൂണിറ്റിൽ കൊടുക്കണം. ഒന്നുകിൽ 2ന് നമ്മൾ എന്ത് ചെയ്യാം 2000 mm കൊടുക്കാം, അല്ലെങ്കിൽ 10 mm 10 × 10⁻³ എന്നുള്ള മീറ്റേഴ്സിലേക്ക് മാറ്റിയിട്ടോ കൊടുക്കുക. അപ്പം ഞാൻ അതിവിടെ കാണിച്ചിട്ടില്ല, ശ്രദ്ധിക്കുക കാര്യം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഈ വാല്യൂ എല്ലാം നോൺ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ T വാല്യൂ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് എന്ത് കിട്ടും, T90% ഫോർ ദ 4 മീറ്റർ തിക്ക് സോയിലിൻ്റെ കിട്ടും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് T90 ഫോർ സിംഗിൾ ഡ്രെയിനേജ് വരുന്ന കേസ് നോക്കുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു 2 കേസസ് വീണ്ടും എടുക്കുക. അതായത് ഇപ്പോൾ ഇവിടെ കിട്ടിയില്ലേ സിംഗിൾ ഡ്രെയിനേജ്, ഡബിൾ ഡ്രെയിനേജിൻ്റെ കേസ്. സോ ആ വാല്യൂ ഇട്ട് കൊടുക്കുക. ഡിവൈഡ് ബൈ 2 സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ ഡബിൾ ഡ്രെയിനേജ് ആകുമ്പോഴുള്ള ടൈം ഇറ്റ് ഈസ് അൺനോൺ. സോ സിംഗിൾ ഡ്രെയിനേജ് വരുന്ന സമയത്ത് ഇവിടെ എന്താ D = H എന്നുള്ള സെയിം എടുക്കുക. D എന്ന് പറയുന്നത് 4 ആയിരുന്നു. സോ കംപ്ലീറ്റ് 4ൻ്റെ സ്ക്വയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ T കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളാണ്, കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ നമുക്ക് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കാം.
So the second question from the same module is a stratum of clay 8 meters deep. Okay, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുക. അതിൻ്റെ കൂടെ ഞാൻ തന്നിട്ടുള്ള ഡാറ്റ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പിക്ചറിലി കാണിക്കുകയാണ്. സോ ക്ലേ 8 meters ആണ്. ആൻഡ് ഞാൻ ജസ്റ്റ് ആ ഫിഗർ ഒന്ന് ഇവിടെ കാണിക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചോളൂ കേട്ടോ. സോ ദിസ് ഇസ് ക്ലേ, ഇറ്റ് ഇസ് 8 meters thick ക്ലേ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരു 4 meters ഡെപ്തിൽ, സോറി 10 meters ഡെപ്തിൽ ഇറ്റ് ഇസ് സാൻഡ്. ഓക്കെ, വിച്ച് ഇസ് അവർ ഗ്രൗണ്ട് ലെവൽ. ആൻഡ് 4.5 metersലാണ് നമ്മുടെ വാട്ടർ ലെവൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പം സോ അതൊന്ന് ഇവിടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. വാട്ടർ ടേബിൾ ഇവിടെയാണുള്ളത്. ഓക്കെ, നൗ ഗാമ വാല്യൂസ് നോക്കാം. പിന്നെ ക്ലേയുടെ ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. ലിക്വിഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു 45%. ഞാൻ ജസ്റ്റ് ഇവനെ കാണിക്കുകയാണ്. നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കുക, ഈ ടേംസ് എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിലേക്ക് നോക്കുക. നാച്ചുറൽ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 40%. നൗ ജി വാല്യൂ ഫോർ ക്ലേ സോയിൽ ഈസ് 2.78 ഹിയർ. ആൻഡ് ഗാമ വാല്യൂസ് നോക്കുകയാണെങ്കിൽ ക്ലേയുടെ ഗാമ വാല്യൂ തന്നിട്ടുണ്ട്. ഇല്ല, ക്ലേയുടെ ഗാമ വാല്യൂ തന്നിട്ടില്ല. സാൻഡിൻ്റെ ഗാമ സബ്മർജ്ഡ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 10.4 യൂണിറ്റ് എഴുതിയിട്ടില്ല കേട്ടോ. ദെൻ ഹിയർ സാൻഡിൻ്റെ ബൾക്കായിട്ടുള്ള ഗാമ എന്ന് പറയുന്നത് 17. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ള സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സാൻഡ് ഗാമ ഡാഷ് ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്താണ്, നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഗാമ സാറ്റ് ഉണ്ട്. സോ നമുക്ക് എന്താണ് ഗാമ സാറ്റ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. സോ ഗാമ സാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്, ഗാമ ഡാഷ് പ്ലസ് ഗാമ ഡബ്ല്യു അല്ലേ. ഓക്കെ, നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഗാമ ഡാഷ് എന്ന് പറയുന്നത് ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗാമ സാറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഗാമ ഡാഷിനോട് ഗാമ ഡബ്ല്യു ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ആ രീതിയിൽ ഗാമ സാറ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എസ്റ്റിമേറ്റ് ദ സെറ്റിൽമെൻറ്റ് ഓഫ് ദ ബിൽഡിംഗ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ സോയിൽ കണ്ടീഷനിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ബിൽഡിങ്ങിന് ഉണ്ടാവുന്ന സെറ്റിൽമെൻറ്റ് എന്താ, അതായത് ഇവിടെ ഉണ്ടാവുന്ന ക്ലേക്ക് ഉണ്ടാവുന്ന സെറ്റിൽമെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പൊതുവേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ക്ലേ എന്നുള്ളൊരു ലെയർ അതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലേയുടെ സെറ്റിൽമെൻറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വൺ മോർ പോയിന്റ് ഈസ് ദർ ഓവർ ബേർഡൻ പ്രഷർ അല്ലെ, ഇൻക്രീസസ് ദ ഓവർ ബേർഡൻ പ്രഷർ ഓൺ ദ ക്ലേ ബൈ 40 kN. അപ്പോൾ ഇവിടുത്തെ ഒരു ഓവർ ബേർഡൻ പ്രഷർ ഡെൽറ്റ സിഗ്മ എന്ന് പറയുന്നത് 40 kN/m² ആണെന്നും കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, സെറ്റിൽമെന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം കൂടെ കണ്ടിട്ട് നമുക്ക് എന്തറിയാം, സെറ്റിൽമെന്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, SF is equal to CCH divided by 1 plus E log to the base 10 sigma final by sigma initial. ഓക്കെ, സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് MV തന്നിട്ടില്ല അല്ലെ, MV തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് MV ഉപയോഗിച്ചുള്ള ഇക്വേഷൻ ഉപയോഗിക്കായിരുന്നു. ആൻഡ് അങ്ങനെ നോക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് നോക്കൂ, ഈ ഒരു ടൈപ്പിലാണ്, അതായത് ഓവർ ബർഡൻ പ്രഷറും കാര്യങ്ങളും തന്നതുകൊണ്ടും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ വാല്യൂ കിട്ടാനും ഒക്കെ ഉള്ള ഒരു വാല്യൂസ്, അതിന് വേണ്ട ഡാറ്റാസ് ഒക്കെ ഗിവൺ ആയതുകൊണ്ട് നമുക്ക് വി ഹാവ് ടു അസ്യൂം ദിസ് ഇക്വേഷൻ ഇസ് ദ ആപ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെവലിലേക്ക് നമ്മൾ ചിന്തിച്ച് എത്തിക്കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഓരോ ടേംസ് നോക്കാം. അപ്പോൾ നമുക്കതിൽ H ഇസ് ഗിവൺ അല്ലെ, ക്ലേയുടേതാണ് നോക്കുക നമ്മൾ. സോ ക്ലേയുടെ 8 meters തിക്നെസ് തന്നിട്ടുണ്ട്. CC വാല്യൂ ഗിവൺ ആണോ, കംപ്രഷൻ ഇൻഡെക്സ് ഇല്ല. സോ നോക്കുക, കംപ്രഷൻ ഇൻഡെക്സ് പൊതുവെ ക്വസ്റ്റനിൽ തരാറുണ്ട്. ഇൻ കേസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കംപ്രഷൻ ഇൻഡെക്സിനുള്ള ഒരു ഹിന്റ് ആണ് നമ്മളുടെ വാട്ടർ കണ്ടന്റ് മീൻസ് ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ദർ ഇസ് വൺ റിലേഷൻ ബിറ്റ്വീൻ കംപ്രഷൻ ഇൻഡെക്സ് ആൻഡ് വാട്ടർ കണ്ടന്റ്, സോറി വാട്ടർ കണ്ടന്റ് അല്ല, ലിക്വിഡ് ലിമിറ്റ്. ഓക്കെ, ദിസ് ഇസ് 0.009 liquid limit minus 10. ഓക്കെ, പെർസെൻറ്റേജ് ഉള്ള ലിക്വിഡ് ലിമിറ്റിൽ നിന്ന് 10 മൈനസ് ചെയ്തിട്ട് 0.009 ഇൻറ്റു ചെയ്താൽ CC കിട്ടും. ചില സമയത്ത് 0.007 യൂസ് ചെയ്യാറുണ്ട്. രണ്ട് ഇക്വേഷൻസും ഉണ്ട്. അപ്പം ഏതായാലും കുഴപ്പമില്ല. അപ്പം അത് സോയിലിൻ്റെ കണ്ടീഷൻസിനനുസരിച്ചിട്ടെന്നാണ് പറയുക പൊതുവെ. സോ നിങ്ങൾക്ക് ഏത് രണ്ട് ഇക്വേഷൻസ് അതിൽ സ്ലൈറ്റ് ചേഞ്ചസ് ഉണ്ടായിരിക്കുള്ളൂ. സോ 0.09 ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ CC വാല്യൂ ഫസ്റ്റ്. സോ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. CC വാല്യൂ നമുക്ക് ഇതിൽ കിട്ടും. WL നമ്മൾ എന്ത് ചെയ്യുക, 45% അല്ലേ. സോ 45 ഇട്ട് കൊടുക്കുക. ദെൻ 45 minus 10 into 0.09 കിട്ടുമ്പോൾ CC കിട്ടും. ഓക്കെ, സോ CC is ready. Now H is 8 meters. ഓക്കെ, 8 meters ആണ് കൊടുക്കാം. Now E എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. E കണ്ടുപിടിക്കാൻ നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കണം. ഓക്കെ,
സോ ഈ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? സോ നമുക്കറിയാം എസ് ഇ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ജി ആണ് അല്ലേ. സോ നമുക്കറിയാം വാട്ടർ ടേബിളിന്റെ താഴെ എന്ന് പറഞ്ഞിട്ട് വിൽ ബി ഇൻ സാച്ചുറേറ്റഡ് കണ്ടീഷൻ. സോ എസ് വിൽ ബി ഈക്വൽ ടു 1. സോ ഇ വിൽ ബി ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ജി. സോ ഇവിടെ നമ്മൾ വാട്ടർ കണ്ടന്റ് ഏതാ കൊടുക്കുക? 40% വാട്ടർ കണ്ടന്റ്, അതായത് നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ആണ്. ജി വാല്യൂ ഗിവൺ ആണ്. സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഇ. സോ ഇ ഗിവൺ ആയി, ഇ കിട്ടി. ബാക്കി വരുന്നത് ലോഗരിതം ബേസ്ഡ് ഓൺ സിഗ്മ ഫൈനൽ ബൈ സിഗ്മ ഇനീഷ്യൽ ആണ് നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത്. സോ സിഗ്മ ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ ഇനീഷ്യലിനോട് കൂടിയിട്ട് നമ്മളുടെ ഇൻക്രിമെന്റ് ഉണ്ടല്ലോ ഡെൽറ്റ സിഗ്മ, അത് ആഡ് ചെയ്താൽ നമുക്ക് സിഗ്മ ഫൈനൽ കിട്ടും. ബട്ട് യു നോ ഡെൽറ്റ സിഗ്മ ഈസ് ഗിവൺ ഇറ്റ് ഇസ് 40, ബട്ട് ദ സിഗ്മ ഐ മീൻ സിഗ്മ ഇനീഷ്യൽ ഇസ് നോട്ട് ഗിവൺ അല്ലേ. സോ സിഗ്മ ഇനീഷ്യൽ കണ്ടുപിടിക്കാനാണ് നമുക്ക് ഇത്രയും ഡാറ്റ ഇവിടെ ഈ ഒരു ഫിഗറും കാര്യങ്ങളും നോക്കി നമുക്ക് സിഗ്മ ഇനീഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ സിഗ്മ ഇനീഷ്യൽ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിഗ്മ എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. സ്ട്രെസ് നമ്മൾ എപ്പോഴും എങ്ങനെ ചെയ്യുക? യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഡെപ്ത് അല്ലേ. സോ ആ രീതിയിൽ നമുക്ക് ഈച്ച് ലെയറിന്റെയും നമ്മൾ ആ ലെവലിൽ കണ്ടുപിടിക്കണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, സിഗ്മ ഇനീഷ്യൽ നമ്മൾ എവിടെ വരെയുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്? ക്ലേയുടെ മിഡ് ഡെപ്ത് വരെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ക്ലേയുടെ മിഡ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 4 meters. ഓക്കെ, അപ് ടു ദിസ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനീഷ്യൽ സ്ട്രെസ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് സിഗ്മ ഐ. ഇപ്പം ഞാനിവിടെ എഴുതുന്നത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഇവിടെ നോക്കൂ, 17 ആണ് ഇൻറ്റു 4.5 അല്ലേ. അപ്പോൾ 4.5 meters വരെ സാൻഡിൻ്റെ ഡെൻസിറ്റി 17 ഉണ്ട്. സോ ജസ്റ്റ് ആഡ് ഇറ്റ്. ദെൻ അതിനുശേഷം 10 - 4.5 നമുക്ക് എന്ത് കിട്ടും? 5.5 അല്ലേ. അപ്പം ബാക്കി ഈ ഒരു 5.5 ഡിസ്റ്റൻസിൽ എന്താണ്? 5.5 ഡിസ്റ്റൻസിൽ ഗാമ ഡാഷ് ആണ് നമ്മൾ 10.4. സോ ഗാമ സാറ്റ് കണ്ടുപിടിക്കണം. അതിനോട് കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മളുടെ 10 ആഡ് ചെയ്യാം. സോ അത് നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. 10.4 പ്ലസ് 10 ആഡ് ചെയ്യണം അതിലേക്ക്, എന്നാൽ അത് ഗാമ സാറ്റ് ആവുള്ളൂ കേട്ടോ. ഇവിടെ കാണിക്കുന്നുണ്ട് ഗാമ സാറ്റ് ഇസ് ഈക്വൽ ടു 10.4 പ്ലസ് 10. ഈ 10 എന്താണ്? നമ്മുടെ ഗാമ ഡബ്ല്യു. ഓക്കെ, സോ അത് ആഡ് ചെയ്യാം. പ്ലസ് ബാക്കി വരുന്നത് ക്ലേയുടേത് വരുന്നുണ്ട് മിഡ് ഡെപ്ത് വരെ മതി. സോ 4 meters വരെ. സോ 4 meters ഇൻറ്റു ക്ലേയുടെ ഗാമ സാറ്റ് കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ. സോ യൂസിങ് ദീസ് ഡാറ്റ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഗാമ സാറ്റ് ഓഫ് ദ ക്ലേ. സോ എങ്ങനെ ഗാമ സാറ്റ് കണ്ടുപിടിക്കുക? വി നോ ദ ഇക്വേഷൻ for gamma sat. We know the equation G plus E divided by 1 plus E gamma W. കണ്ടോ, ഫസ്റ്റ് മൊഡ്യൂളർ റിലേഷൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് മൊഡ്യൂളർ റിലേഷൻസ് കേട്ടോ. അപ്പം ഈ ഒരു പ്രോബ്ലം ഒക്കെ സ്റ്റക്ക് ആവാൻ ഇത് മതി. ഇത് അറിയില്ല എന്നെങ്കിൽ ഇവിടെ സ്റ്റക്കായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. ജിയും ബാക്കി എല്ലാ ടേംസും ഗിവൺ ആണ്. സോ അത് വെച്ചിട്ട് ഗാമ സാറ്റ് ഓഫ് ദ ക്ലേ കണ്ടുപിടിക്കാമല്ലോ. സോ അത് കണ്ടുപിടിക്കുക. അത് ഗാമ സാറ്റ് ഇവിടെ ഇട്ട് കൊടുക്കുക. ഓഫ് ദ ക്ലേ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇനീഷ്യൽ സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട്. സോ ആ ഇനീഷ്യൽ സ്ട്രെസ് നമ്മളുടെ ഇവിടെ ഇട്ട് കൊടുക്കാം. ദെൻ അതിലേക്ക് 40 ആഡ് ചെയ്താൽ മേലെ നോമിനേറ്ററിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ് എഫ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഒന്നിൻ്റെയും കാൽക്കുലേഷൻ ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, now this is the question in part C. next question ആണ്. so നോക്കൂ, explain Swedish circle method for the analysis of slopes for a C5 soil. ഓക്കെ, അപ്പോൾ അത് എന്താണ്? നമ്മൾ തിയറി ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്നും പൊതുവെ ചോദിക്കുന്നത്, ലാസ്റ്റ് മൊഡ്യൂളിൽ ലാസ്റ്റ് സെക്ഷൻ സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സിന്റെ സെക്ഷനിൽ നിന്നും പൊതുവെ ഇതുപോലത്തെ സ്വീഡിഷ് സർക്കിളിന്റെ മെത്തേഡോ അല്ലെങ്കിൽ ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡോ ഒക്കെയാണ് ചോദിക്കുക പൊതുവെ. അതല്ലെങ്കിൽ ടൈലേഴ്സിന്റെ പ്രോബ്ലംസ് ചോദിക്കും. ഓക്കെ, അതല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും അത് പാർട്ടിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. സോ നോക്കൂ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് നമ്മളുടെ കോമ്പാക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രോപ്പർ കോമ്പാക്ഷൻ ടെസ്റ്റ് വാസ് കണ്ടക്ടഡ് ഓൺ എ സോയിൽ സാമ്പിൾ ആൻഡ് ദ ഫോളോവിംഗ് ഒബ്സർവേഷൻസ് വർ മേഡ്. വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്, ഡിഫറെൻറ്റ് വാട്ടർ കണ്ടന്റുകൾ, അതിലൊക്കെ കിട്ടിയ വെയിറ്റ് ഓഫ് ദ സോയിൽ ഇൻ kg നമുക്ക് തന്നിട്ടുണ്ട്. ദ വോളിയം ഓഫ് ദ മൗൾഡ് യൂസ് വാസ് 950 cc ആൻഡ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോയിൽ ഇസ് 2.65. ഡ്രോ ദ ഡ്രൈ ഡെൻസിറ്റി വേഴ്സസ് മോയ്സ്ചർ കണ്ടന്റ് കർവ്. അതായത് നമ്മളുടെ കോമ്പാക്ഷൻ കർവ് അല്ലേ. കോമ്പാക്ഷൻ കർവ് ആണ് നമ്മുടെ ഇവിടെ വരക്കാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഫൈൻഡ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് OMD ആൻഡ് OMC ആൻഡ് ദ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി MDD. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഓൾസോ ഡ്രോ ദ 0 എയർ വോയിഡ് ലൈൻ. സോ 0 എയർ വോയിഡ് ലൈൻ വരക്കണം. എല്ലാം കൂടെ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ ഈസിയാണ് ഇത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നും ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, സോ നോക്കണം നമുക്ക് എന്തൊക്കെ ചെയ്യണം. നമുക്ക് ആദ്യം കോമ്പാക്ഷൻ കർവ് വരക്കണം. അതിൽ നിന്നും OMC MDD കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ദെൻ 0 എയർ വോയിഡ് ലൈൻസ് വരക്കാനും പറ്റും. ഓക്കെ, സോ എന്താ ചെയ്യേണ്ടത്?
ആദ്യം വി ഹാവ് ടു കംപ്ലീറ്റ് ദിസ് ടാബുലർ കോളം. അപ്പോൾ ഓരോ വാട്ടർ കണ്ടന്റിനും കറസ്പോണ്ടിങ് വെയിറ്റ് ഓഫ് ദ സോയിൽ ഇസ് ഗിവൺ ഹിയർ. സോ നമ്മളുടെ ഗ്രാഫ് എങ്ങനെയായിരുന്നു ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ കോമ്പാക്ഷൻ കർവ് വരയ്ക്കുന്നത് ഇവിടെ ഗാമ ഡി ആയിരുന്നു. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് വാട്ടർ കണ്ടന്റ് അല്ലേ. ഡിഫറെന്റ് വാട്ടർ കണ്ടന്റിന് നമുക്ക് കിട്ടുന്ന ഗാമ ഡി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് എന്താ ടാബുലർ കോളം എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. സോ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഗ്രാഫാണ് നമുക്ക് വരക്കേണ്ടത്. ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ OMC വാല്യൂം MDD വാല്യൂം കിട്ടും അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ, ഞാൻ ഇതിൻ്റെ ഒരു ഫ്ലോ എങ്ങനെ വരുന്നതെന്ന് ആദ്യം പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഓരോരോ വാട്ടർ കണ്ടന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗാമാഡി വാല്യൂസ് നമുക്ക് കിട്ടണം. ഓക്കെ, സോ നമുക്ക് ആ ഗാമാഡി വാല്യൂസ് കണ്ടുപിടിച്ച് നമ്മൾ ഓരോരോ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നു, അത് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വരക്കുന്നു. ആഫ്റ്റർ ദാറ്റ് മാക്സിമം പീക്ക് പോയിന്റ് എന്താ നോക്കുക. അതിൽ ഗാമാഡിയുടെ ആക്സിസിൽ കിട്ടുന്നതാണ് നമ്മുടെ MDD വാല്യൂ ആൻഡ് കറസ്പോണ്ടിങ് വാട്ടർ കണ്ടന്റ് എത്രയെന്ന് നോക്കുക. ദാറ്റ് വിൽ ബി അവർ OMC. അപ്പോൾ നമുക്ക് ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? ജസ്റ്റ് ഇത് പ്ലോട്ട് ചെയ്താൽ തന്നെ നമുക്ക് MDD ആൻഡ് OMC നമുക്ക് ഇവിടെ കിട്ടും. ക്ലിയർ ആണല്ലോ. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? സീറോ എയർ വോയിഡ് ലൈൻ ആണ്. സോ സീറോ എയർ വോയിഡ് ലൈൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഗാമാഡി തിയറിറ്റിക്കൽ ഉണ്ടല്ലോ, അതായത് ഓരോരോ വാട്ടർ കണ്ടന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗാമാഡി എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് കിട്ടും. നമ്മളുടെ കിട്ടിയ വെയിറ്റ്, നമ്മൾ സോയിലിന്റെ വെയിറ്റ് ഒക്കെ എടുത്തിട്ട് അതിൽ നിന്നും ഗാമാഡി കണ്ടുപിടിച്ചിട്ടാണ് ഈ വാല്യൂസ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഇമാജിനറി ആയിട്ട് നമുക്ക് ഇവിടെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഇതേ വാട്ടർ കണ്ടന്റിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇതിന് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഒരു ഗാമാഡി വാല്യൂ ആണ് നമ്മുടെ ഗാമാഡി തിയറിറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ ആ ഇക്വേഷൻ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? എൻ്റെ തിയറി പാർട്ടൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ ലെക്ചേഴ്സ് നോക്കുക, അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ WG. ഓക്കെ, അപ്പോൾ ഓരോ വാട്ടർ കണ്ടന്റ് കൊടുക്കുക ഇവിടെ, അതിന് കറസ്പോണ്ടിങ് ഗാമാഡി തിയറിറ്റിക്കൽ കിട്ടും. ഓക്കെ, അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിരിക്കില്ല. ഇതിന് ഈ ഒരു വാട്ടർ കണ്ടന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗാമാഡി തിയറിറ്റിക്കൽ കുറച്ച് മേലെയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ഗാമാഡി തിയറിറ്റിക്കൽ നോക്കുമ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ആ ലൈൻസ് പോയിന്റ്സിലും കൂടെ കൂട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സീറോ എയർ വോയിഡ് ലൈനും കിട്ടും. ക്ലിയർ ആണല്ലോ. സോ അതുപോലെ നമ്മൾ ചെയ്ത് നോക്കിയാൽ നമ്മൾ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടും. സോ എല്ലാ കാര്യവും ഗ്രാഫിൽ തന്നെ ചെയ്യാനുള്ളൂ അല്ലെ. ഇതിന് കാൽക്കുലേഷൻ പാർട്ട് എല്ലാം ഇവിടെ ചെയ്തതിന് ശേഷം ഫുൾ ഗ്രാഫിലാണ് നമുക്ക് ആൻസർ എല്ലാം കാണിക്കാനുള്ളത്. ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇതിൽ ആൻസർ ഷീറ്റിൽ എടുത്ത് കാണിക്കുകയും വേണം. OMC എത്ര MDD എത്ര കിട്ടി എന്നൊക്കെ ഉള്ളത് ആൻസർ ഷീറ്റിൽ കാണിക്കുകയും ചെയ്യാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ തന്നിട്ടുള്ള ഡാറ്റ നോക്കൂ. വാട്ടർ കണ്ടന്റും വെയിറ്റ് ഓഫ് ദ സോയിലും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം വെയിറ്റ് ഓഫ് ദ സോയിൽ തന്നത് kgയിലാണ്. ദെൻ വോളിയം ഓഫ് ദ മൗൾഡ് എന്ന് പറയുന്നത് 950 cc, അതായത് സെന്റിമീറ്റർ ക്യൂബ് ആണ്. G വാല്യൂ ഇറ്റ് ഈസ് 2.65. ഓക്കെ, ഇത്രയും ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ വാട്ടർ കണ്ടന്റിനും കറസ്പോണ്ടിങ് നമ്മൾ വെയിറ്റ് ഓഫ് ദ സോയിൽ എടുത്തപ്പോൾ സാധാരണ നമുക്ക് ക്വസ്റ്റനിൽ മേ ബി ഇങ്ങനെ തരാൻ പറ്റും. സോയിൽ പ്ലസ് മൗൾഡിന്റെ വെയിറ്റും കൂടെ കൂട്ടിയിട്ടൊക്കെ തരും ചിലപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം? മൗൾഡിന്റെ വെയിറ്റ് വേറെ തന്നിട്ടുണ്ടെങ്കിൽ ആ MT വെയിറ്റ് മൈനസ് ചെയ്തിട്ടൊക്കെ നമ്മളിവിടെ കാണിക്കണം. അപ്പോൾ അത്രയും ടെമ്പറേച്ചറും താഴോട്ടേക്ക് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആ വെറ്റ് സോയിലിന്റെ വെയിറ്റ് ഇൻ kg തന്നെ തന്നിട്ടുള്ളൂ. സോ നമുക്ക് അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ബൾക്ക് ഡെൻസിറ്റി അല്ലേ. ബൾക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ബൾക്ക് ഡെൻസിറ്റി ഗാമ കണ്ടുപിടിക്കണം. സോ ഗാമ ഓരോന്നിനും കണ്ടുപിടിക്കുക. സോ ഗാമയുടെ ഇക്വേഷൻ എന്താ നമുക്കറിയാം. ഇവിടെ ഗാമ ഇസ് ഈക്വൽ ടു എന്താണ്? നമ്മുടെ G ഗാമ സോറി ബൾക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. സോ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞത് 1.7 ആണ്. അപ്പോൾ ഫസ്റ്റ് ഒരു കേസ് മാത്രം ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ കേസിന് നോക്കുക. ഇറ്റ് ഈസ് 1.7 kg. ഓക്കെ, ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറഞ്ഞത് ടോട്ടൽ വോളിയം ഓഫ് ദ മൗൾഡ് ആണ്. ഇറ്റ് ഈസ് 950 cc. അപ്പോൾ നമ്മൾ യൂണിറ്റ് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. മേബി നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. kg/cc കൊടുത്താലും മതി. ഓക്കെ, അല്ലെങ്കിൽ gram/cc വേണമെങ്കിൽ kg എന്നുള്ളത് ഗ്രാമിലേക്ക് കാണിച്ചാലും കുഴപ്പമില്ല. gram/cc നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള ഒരു യൂണിറ്റ് തന്നെയാണ്. ഓക്കെ, gram/cc. അപ്പോൾ ആ യൂണിറ്റിലും ചെയ്താൽ മതി. ഓക്കെ, അതല്ലാതെ kgയുടെ ന്യൂട്ടണിലേക്കൊന്നും മാറ്റേണ്ട കാര്യമില്ല. സോ gram/cc വാല്യൂ നമുക്ക് ഇവിടെ ഗാമ കിട്ടും. അപ്പോൾ ആ വാല്യൂ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. എല്ലാത്തിൻ്റെയും gram/cc വാല്യൂ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന യൂണിറ്റ് നമ്മളിവിടെ ഗ്രാഫിന്റെ ഈ ഒരു ഭാഗത്ത് ഗ്രാഫിന്റെ എല്ലാ gram/cc എന്ന് വെച്ച് കാണിക്കും. ഇവിടെ കണ്ടോ യൂണിറ്റ്സ് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെയും gram/cc എന്ന് കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റിയിട്ട് CCയിൽ നേരെ കൊടുത്താൽ മതി. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് എല്ലാത്തിൻ്റെയും ബൾക്ക് ഡെൻസിറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് നമുക്ക് ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കണം അല്ലേ. ഡ്രൈ ഡെൻസിറ്റിയാണ് നമ്മളുടെ കാണാനുള്ള സംഭവം. സോ ഗാമ ഡി അതും നമുക്ക് എന്തായിരിക്കും? gram/cc തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ എങ്ങനെ ഗാമ ഡി കണ്ടുപിടിക്കുന്നത്? ഗാമ ഡി ഈസ് ഈക്വൽ ടു ഗാമ ഡിവൈഡ് ബൈ 1 + വാട്ടർ കണ്ടന്റ്. അപ്പോൾ നമുക്കിവിടെ വാട്ടർ കണ്ടന്റ് ഇവിടെ 80 ഉണ്ട്. ഗാമ ബൾക്ക് ഡെൻസിറ്റി ഇവിടെ ഉണ്ട്. സോ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ ഗാമ ഡിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് എല്ലാത്തിൻ്റെയും വാല്യൂ ഇവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു ടാബുലർ കോളം ഇതാക്കാം. പിന്നെ ആഫ്റ്റർ ദാറ്റ് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഗാമ ഡിയും കണ്ടുപിടിച്ചു. സോ നമുക്ക് വാട്ടർ കണ്ടന്റും കിട്ടി, ഗാമ ഡി വാല്യൂസും കിട്ടി അല്ലേ.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഗ്രാഫ് ഷീറ്റ് എടുക്കാം. സാധാരണ നോർമൽ ഗ്രാഫ് തന്നെയാണ്. ഇവിടെ ഗാമ ഡി കാണിക്കുന്നു, ഇതയുടെ വാട്ടർ കണ്ടന്റ് കാണിക്കാം. ദെൻ നമ്മൾ സൂട്ടബിൾ സ്കെയിൽസ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ കാണിക്കാം ഓരോ വാല്യൂസും. ഗാമ ഡി വാല്യൂസ് ഇവിടെ കാണിക്കാം. സോ ഫോർ ഈച്ച് പോയിന്റ് വാട്ടർ കണ്ടന്റ് 8%, ഇപ്പോൾ ഇവിടെയാണ് 8 എന്നുണ്ടെങ്കിൽ 8ന് കറസ്പോണ്ടിങ് ഇവിടെ കിട്ടിയ പോയിന്റ് നോക്കുക, ഏകദേശം ഇവിടെ വന്നിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് വാട്ടർ കണ്ടന്റ് 11.5ന് കറസ്പോണ്ടിങ് നെക്സ്റ്റ് വാല്യൂ. ദെൻ നെക്സ്റ്റ് 14.5ന് ഇവിടെ കറസ്പോണ്ടിങ് ഇങ്ങനെ വരാം. ഓക്കെ, അപ്പം നമ്മൾ കിട്ടിയ വാല്യൂസ് എല്ലാം നമ്മളിതിൽ അടയാളപ്പെടുത്തുന്നു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കിതൊന്ന് കൂട്ടിയിട്ടൊരു സ്മൂത്ത് കർവായിട്ട് വരക്കണം. ഓക്കെ, സോ നമുക്കിവിടെ കിട്ടുന്ന ഒരു പീക്ക് പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുക, പീക്ക് പോയിന്റ് നോക്കുക. സോ പീക്ക് പോയിന്റിന് കറസ്പോണ്ടിങ് ഡ്രൈ ഡെൻസിറ്റി വാല്യൂ എത്രയാണ് നോക്കുക, അത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മളുടെ MDD. ആൻഡ് ഈ ഒരു വാട്ടർ കണ്ടന്റ് നോക്കുക. സോ ഇറ്റ് വിൽ ബി അവർ OMC. അപ്പോൾ നമ്മളുടെ ഇത്രയും ആൻസേഴ്സ് ആയി. നോ വി ഹാവ് ടു ഡ്രോ ദ സീറോ എയർ വോയിഡ് ലൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് താഴെ ഒരു കോളം കൂടെ വരക്കണം. എന്താണ്, തിയറട്ടിക്കൽ ഡ്രൈ ഡെൻസിറ്റി. ഓക്കെ, തിയറട്ടിക്കൽ ഡ്രൈ ഡെൻസിറ്റി ഗാമ ഡി തിയറിറ്റിക്കൽ, അതും ഗ്രാം പെർ CC അല്ലേ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക, ഗാമ ഡി തിയറിറ്റിക്കൽ ഈസ് ഈക്വൽ ടു G ഗാമ W ഡിവൈഡ് ബൈ 1 + WG. അപ്പോൾ ഓരോ വാട്ടർ കണ്ടന്റും നമ്മൾ G വാല്യൂ നമുക്ക് തന്നിട്ടുമുണ്ട്. സോ ഓരോ വാട്ടർ കണ്ടന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വാല്യൂസ് നമ്മളിവിടെ കാണിക്കുകയാണെങ്കിൽ ഓക്കെ, ജസ്റ്റ് ഈ ഒരു സെയിം 8 ഒക്കെ സെയിം 8ന് മേലായിട്ട് നമ്മൾ ഗാമാഡി തിയറട്ടിക്കൽ കാണിക്കുമ്പോൾ ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അതിങ്ങനെ കുറഞ്ഞിട്ട് വരും. അപ്പം ഈ ഒരു ഗ്രാഫിനോട് ചാരിയിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു ലെവലിലേക്ക് നമുക്ക് ഓരോ ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടുന്നത്. സോ അതിങ്ങനെ നീട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സീറോ എയർ വോയിഡ് ലൈനും കിട്ടും. ക്ലിയർ ആണല്ലോ. സോ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും പ്രാക്ടീസ് മീൻസ് ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലോ എന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോയിട്ട് കാര്യമില്ല. ചെയ്ത് തന്നെ നോക്കുക, കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് നോക്കുക, ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ നോക്കണം. ഗ്രാഫ് ഷീറ്റ് തന്നെ നിങ്ങളൊരു ഷീറ്റ് എടുത്തിട്ട് അതിൽ തന്നെ നിങ്ങൾ പെൻസിൽ വെച്ച് വരച്ചിട്ട് തന്നെ ഇതെല്ലാം കണ്ടുപിടിക്കട്ടെ. എക്സാം ഹോളിൽ പോരുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസും കൂടെ വേണം. ഓക്കെ, നൗ അതിലുണ്ടായിരുന്ന ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ കൺസോൾട്ടേഷൻ ഫിനോമിനൻ യൂസിങ് ടസാക്കിസ് സ്പ്രിംഗ് അനലോഗി. അത് തിയറി ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് നിങ്ങൾ നോട്ട്സ് റെഫർ ചെയ്യുക. വാട്ട്സ് മീൻ ബൈ സ്റ്റെബിലിറ്റി നമ്പർ ആൻഡ് സ്റ്റെബിലിറ്റി ചാർട്ട്. ഓക്കെ, ടൈലർ സ്റ്റെബിലിറ്റി നമ്പറും സ്റ്റെബിലിറ്റി ചാർട്ടും. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ലോപ്പ് ഫെയിലർ. നിങ്ങൾ റൊട്ടേഷണൽ ട്രാൻസ്ലേഷൻ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും. വെഡ്ജ് ഫെയിലർ, അതൊക്കെയാണ് ഇതിൽ കാണിക്കേണ്ടത്. സോ ഫിഗേഴ്സ് എല്ലാം കാണിക്കുക. ഓക്കെ, ഇങ്ങനത്തെ ഫിഗേഴ്സ് ഉള്ള കാര്യങ്ങളൊക്കെ ഫിഗേഴ്സ് എല്ലാം നീറ്റായിട്ട് തന്നെ വരച്ച് കൊടുക്കണം കേട്ടോ. ദെൻ വാട്ട് ഈസ് മീൻ ബൈ പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ. അപ്പം എന്താണെന്ന് എഴുതണം. എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ. അപ്പോൾ നമ്മൾ ആ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ കണ്ടുപിടിക്കുന്നതിന്റെ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രൊസീജിയർ എഴുതുക. നീറ്റായിട്ട് ഗ്രാഫിൽ അതെല്ലാം കാണിക്കുകയും ചെയ്യുക കേട്ടോ. പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ എങ്ങനെയാണെന്ന് അതിന്റെ ഡെഫിനേഷനും എല്ലാം കൊടുക്കുക. ക്ലിയർ ആണല്ലോ. സോ ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഹോൾ നമ്മൾ സിലബസ് ഈ ഒരു ഹോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ന്യൂമറിക്കൽസ് മാത്രമേ സ്ട്രെസ് പറഞ്ഞിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഒരിക്കലും ഇത് അങ്ങനെയാണ് ഇങ്ങനെയൊന്നും മനസ്സിലാക്കി പോയിട്ട് കാര്യമില്ല. ചെയ്തിട്ട് കാൽക്കുലേഷൻ ചെയ്ത് കംപ്ലീറ്റ് ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.